അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു സബ്ജക്റ്റാണ്, എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ്. അതിന്റെ സിലബസിനകത്ത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണുള്ളത്. ഇലക്ട്രോണിക്സിന്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് ആണ് വരുന്നത്, അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റ് വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ വളരെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെവലാണ്. ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കറിയാം ഇലക്ട്രോണിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. സോ അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാതരം, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് മുതൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം വരെ ഇലക്ട്രോണിക് കോമ്പോണൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എല്ലാവരും ഫെമിലിയർ ആണ്. ഡിഫറെന്റ് ഡിവൈസസ്, ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാവരും ഫെമിലിയർ ആണ്. കാരണം ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ ഇത്തരം ഡിവൈസസ് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് എന്തൊക്കെയാണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ കോമൺ ലൈഫ്, ഡെയിലി ലൈഫ്. ഇലക്ട്രോണിക് ഡിവൈസസ് എക്സാമ്പിൾസ്. വെരി സിമ്പിൾ ഡിവൈസ് ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? സോ ഇലക്ട്രോണിക് ഡിവൈസ് is a semiconductor device. സെമികണ്ടക്ടർ ഡിവൈസ് ആണ്. ഏറ്റവും സിമ്പിൾ ഫോമിലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? Can you message names of some electronic devices used in common daily life? മൊബൈൽ ഫോൺ ഡിവൈസ് ആണ്. ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എലമെന്ററി ഡിവൈസസ്, ബേസിക് ഡിവൈസസിലേക്ക് വരുമ്പോൾ LED ഈസ് ആൻ എക്സാമ്പിൾ. യെസ്, LED ഈസ് ആൻ എക്സാമ്പിൾ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ട്രാൻസിസ്റ്റർ. സോണി അയച്ചത് TV ആണ്. ഓക്കെ, ഓഫ് കോഴ്സ് TV ഒരു ഡിവൈസ് ആണ്. ബൾബ് എന്ന് പറയുമ്പോൾ അതിൽ ചില കാറ്റഗറി ഓഫ് ബൾബ് അത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. പഴയ രീതിയിലുള്ള ഇൻകാൻസെന്റ് ബൾബ് അത് ഇലക്ട്രോണിക് ഡിവൈസ് അല്ല. അത് ഫിലമെന്റ് യൂസ് ചെയ്യുന്നത്, അത് റെസിസ്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസ് സെമികണ്ടക്ടർ യൂസ് ചെയ്യുന്നത് LED ഡിവൈസ് അല്ലെങ്കിൽ ലൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന LEDs എല്ലാം ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, സെമികണ്ടക്ടർ ഡിവൈസ് ആണ്. അപ്പോൾ ഡിവൈസസിന് നമ്മൾ ബ്രോഡായിട്ട് പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിലൊന്നാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്. അത് പേര് ഇംപ്ലൈ ചെയ്യുന്നത് പോലെ ആക്റ്റീവ്, വളരെ ആക്റ്റീവ് ആണ്. മീൻസ് സം സോർട്ട് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് സിഗ്നൽ ഈസ് ഡൺ ബൈ ആക്റ്റീവ് ഡിവൈസ്. പാസീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാസീവ് ഡിവൈസ് ക്യാൻ യൂസ് ഓർ ഫോം ഓഫ് എനർജി യൂസ് ചെയ്യുന്ന, എനർജി കൺസ്യൂം ചെയ്യുന്ന, എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസസ് ആണ് പാസീവ് ഡിവൈസസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. പാസീവ് ഡിവൈസസിൽ എനർജിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. എനർജി വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു heat, energy will be transformed into a magnetic field, energy will be transformed into an electric field. അപ്പോൾ അത്തരത്തിലുള്ള ജസ്റ്റ് എനർജി യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് പാസീവ് ഡിവൈസസ്. ആക്റ്റീവ് ഡിവൈസസ് ക്യാൻ സപ്ലൈ എനർജി. ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടത് LED എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിന്റെ പ്രൈമറി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ലൈറ്റ് സോഴ്സ് ആയിട്ടാണ്. അത് ഒരുപാട് ഡിവൈസിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സപ്ലൈ. ഈ ടേംസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്. ആക്റ്റീവ് കോമ്പണൻസ്. We are classifying electronic components into active electronic devices. Basic devices ആണ് വലിയ. അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ചിലർ പറഞ്ഞിരിക്കുന്നത് ഫോൺ, ടെലിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹൈ എൻഡ് ഡിവൈസസ് അല്ല. അതിന് പകരം സിംപ്ലർ ആയിട്ടുള്ള ബേസിക് ഡിവൈസസിനെയാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം ഹൈ എൻഡ് ഡിവൈസസിനകത്ത് ഒരുപാട് ആക്റ്റീവ് എലമെന്റ്സും അതുപോലെ തന്നെ ആക്റ്റീവ് ഡിവൈസസും അതുപോലെ തന്നെ പാസീവ് ഡിവൈസസ് രണ്ടും ചേർന്നിട്ടൊക്കെ ആയിരിക്കും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ സിസ്റ്റത്തിനകത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം ഡിവൈസസ് അല്ല. ഇഫ് യു ആർ കൺസിഡറിങ് ബേസിക് ഓർ എലമെന്ററി ഡിവൈസസ്, അതായത് സെമി കണ്ടക്ടർ ഡിവൈസിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിവൈസ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ
കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഡിജിറ്റൽ ഗേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ വരുന്ന തരത്തിലുള്ള സർക്യൂട്ടാണ് ഗേറ്റുകൾ. ഒരു ഗേറ്റ് എന്ന് പറയുമ്പോൾ നാൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഗേറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ കോമ്പിനേഷൻ ഓഫ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ് ആണ് വരുന്നത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഡിവൈസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ there may be active or passive devices or components. What is meant by an active component? Yes, name implies active component is an electronic component which supplies energy to a circuit. Active എന്ന് പറയുമ്പോൾ അതിന് പവർ ഡെലിവർ ചെയ്യാൻ, സപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിനകത്ത് ആക്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില എക്സാമ്പിൾസ് നമുക്ക് അറിയാം. എനർജി സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വോൾട്ടേജ് സോഴ്സിന് എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ് ഒരു വോൾട്ടേജ് സോഴ്സ്? ഹൗ എ വോൾട്ടേജ് സോഴ്സ് ഇസ് ഡിഫൈൻഡ്? വാട്ട് ഈസ് എ വോൾട്ടേജ് സോഴ്സ്? ഇറ്റ് ഈസ് സോഴ്സ് ഓഫ് ഇലക്ട്രിക് എനർജി. Why it is called voltage source? Electrical sources are classified into voltage source and current source. അപ്പോൾ നമുക്കൊരു ബാറ്ററി ഉണ്ടെന്ന് കരുതാം. ബാറ്ററി എന്ന് പറയുമ്പോൾ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. കെമിക്കൽ ഫോമിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻവെർട്ടറിന്റെ ഒക്കെ ബാറ്ററി, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് അല്ലെ, 12 വോൾട്ട് ബാറ്ററി എന്നാണ്, 12 വോൾട്ട് ബാറ്ററി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ ചെറിയ ബാറ്ററീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്നു. 1.5 വോൾട്ട് ബാറ്ററീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ടെർമിനൽ വോൾട്ടേജ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. Yes, potential difference between terminals remains a constant irrespective of current drawn from it. We can draw any amount of current from the voltage source, but the terminal voltage of voltage source remains a constant value. അപ്പോൾ അത് വോൾട്ടേജ് സോഴ്സിന്റെ പ്രത്യേകത അതിന്റെ ടെർമിനൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വോൾട്ടേജ് സ്പെസിഫൈസ് ദ വോൾട്ടേജ് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് സോഴ്സ്. വാല്യൂ ഓഫ് ദ വോൾട്ടേജ് സോഴ്സ് ഈസ് വോൾട്ടേജ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സോഴ്സ്. ഇത് ഡി സി മാത്രമല്ല, എ സിയിൽ നമുക്ക് 230 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ 230 വോൾട്ട് ആയിരിക്കും അതിന്റെ വോൾട്ടേജ് ഡിഫറൻസ്. RMS വോൾട്ടേജ് ആണ് ആ വോൾട്ടേജ് എന്ന് പറയുന്നത്. റൂട്ട് മീൻ സ്ക്വയർ വോൾട്ടേജ് നമ്മളത് ഡിസ്കസ് ചെയ്യും. എ സി വോൾട്ടേജ്, RMS വാല്യൂ, ആവറേജ് വാല്യൂ എന്നൊക്കെ വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം എ സി എന്ന് പറയുമ്പോൾ ഒരു സിനുസോയിഡലി വേരിയിങ് ആണ്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് കൂടിയും കുറഞ്ഞു നിൽക്കുന്നതാണ് എ സി എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് സോഴ്സിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? If it is a current source, it is also an electric source, a source that can deliver electric energy. But in this case, current drawn from the source or current flowing from the source remains a constant value. Current from the source remains a constant value irrespective of the terminal voltage. Okay, so current source and voltage source are two different forms of sources. Both can deliver electric energy. Okay, അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ വോൾട്ടേജ് റിമെയിൻസ് എ കോൺസ്റ്റന്റ് വാല്യൂ, whereas for a current source current remains a constant value. Third one, generator. Generator is an active device because they can deliver electric energy. AC alternators means, alternators എന്ന് പറയുന്നത് ഏത് തരം ജനറേറ്റർ ആണ്? Alternator means AC generator. Alternators means AC generator. Okay, yes. Rashmi, AC generator, DC generator നമുക്കറിയാവുന്നത് ബാറ്ററി എന്നൊക്കെ പറയും. നമ്മൾ പറയുന്നത് ബാറ്ററി is a DC generator. Battery. All different type of transistors. If you consider transistor, BJT, bipolar junctions transistor, BJT എന്ന് പറയും. BJT അതുപോലെ മറ്റൊരു ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ് FETs. FETയിലെ രണ്ട് ടൈപ്പാണ് മോസ്ഫെറ്റും അതുപോലെ ജെഫെറ്റും. FET stands for field effect transistor. FET means field effect transistor. Field effect transistor, FET. And MOSFET stands for metal oxide semiconductor field effect transistors. And JFET is junction field effect transistor. Yes. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്നതൊക്കെ മോസ്ഫെറ്റ്സ് ആണ്. മോസ്ഫെറ്റിന് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, മോസ്ഫെറ്റ്സ് എല്ലാവരും ഫെമിലിയർ ആയിട്ടാണ്. ഈ ഗേറ്റുകളെല്ലാം ഉണ്ടാക്കുന്നത് നമുക്ക് മോസ്ഫെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്.
അപ്പോൾ IC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിനകത്ത് ലാർജ് സ്കെയിൽ VLIC അതുപോലുള്ള സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റ് ആണ്. സോ ഇതെല്ലാം തന്നെ ആക്റ്റീവ് കോമ്പണൻസ് ആണ്. ദേ ക്യാൻ ഡെലിവർ ഇലക്ട്രിക്, ദേ ക്യാൻ സപ്ലൈ എനർജി ടു എ സർക്യൂട്ട്. ആംപ്ലിഫയർ ആയിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. BJT, MOSFET, FETs, JFETs can deliver electric energy because they are working as amplifier ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ആക്റ്റീവ് എലമെന്റ്സ് ആണ്. ഇവിടെ നമുക്ക് കാണാം കുറെ ഡിഫറെന്റ് ടൈപ്പ് ആക്റ്റീവ് എലമെന്റ്സ്. BJT എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ആദ്യം വരുന്നത് BJT. This is BJT, bipolar junction transistor. So it's several type of BJT. Power BJT ആണ് ഇത്. This is power BJT. ഇതിലെ ഈ ഒരു വലിയ ഷേപ്പ് ഉള്ളത് തന്നെ ഹീറ്റ് സിങ്ക് ആണ്. അതിലെ കണക്ടർ is connected to this heat sink so that heat produced will be dissipated in the form of പുറത്തേക്ക് അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഹീറ്റ് സിങ്ക് വരുന്നത്. ഇതൊക്കെ ചെറിയ പവർ യൂസ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് പവർ BJT. So this is low power BJTs. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് BJTs നിങ്ങൾക്ക് കാണാം. SCRs means silicon controlled rectifier. Silicon controlled rectifier. Controlled rectifier. Controlled rectifiers എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. You know that controlled rectifier means a device used to or circuit used to convert AC into DC. Rectifier means circuit used for converting AC into DC. AC യെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് അല്ലെങ്കിൽ സർക്യൂട്ട്സ് ആണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ യു ക്യാൻ കൺട്രോൾ ദ ഔട്ട്പുട്ട് DC. എമൗണ്ട് ഓഫ് DC ക്യാൻ ബി കൺട്രോൾഡ് യൂസിങ് ട്രിഗറിംഗ് ഓപ്പറേഷൻ. ട്രിഗറിംഗ് SCRനെ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും. ട്രിഗർ ചെയ്യുന്ന ഓഫ് കണ്ടീഷനിൽ നിന്ന് ഓൺ കണ്ടീഷനിലേക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റെക്ടിഫയർ ആണ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സോ ദേ വിൽ ആക്ട് ആസ് പവർ സോഴ്സ്. പല കേസിനും അതൊരു പവർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അത് ആക്റ്റീവ് കോമ്പണന്റ് ആണ്. മറ്റൊന്നാണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. മോസ്ഫെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ആക്റ്റീവ് കോമ്പണൻസ്. ഇനി ആക്റ്റീവ് കോമ്പണൻസ് മാത്രമല്ല ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുക. ദർ വിൽ ബി എ നമ്പർ ഓഫ് പാസീവ് elements also. Passive elements in an electronic component is an electronic component which can only receive energy, which it can either dissipate, This power will be dissipated, absorb or store it in an electric field or in a magnetic field. Passive elements do not need any form of electrical power to operate. പാസീവ് എലമെന്റ് എന്ന് പറയുന്നത് അത് ഇലക്ട്രിക്കൽ എനർജിയെ ഡിസിപ്പേറ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യും, ജസ്റ്റ് ലൈക്ക് റെസിസ്റ്റർ. റെസിസ്റ്ററിലെ പവർ ഡിസിപ്പേഷൻ ആണ് വരുന്നത്. ഇൻ റെസിസ്റ്റർ പവർ വിൽ ബി ഡിസിപ്പേറ്റഡ്. ഡിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ആയിട്ട് ലോസ് ചെയ്യുന്നതിനെയാണ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡായിട്ട് സ്റ്റോർ ചെയ്യും ചില പാസീവ് ഡിവൈസസ്. ഇലക്ട്രിക് ഫീൽഡായിട്ട് സ്റ്റോർ ചെയ്യുന്ന പാസീവ് ഡിവൈസ് ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക് ഫീൽഡായിട്ട് സ്റ്റോർ ചെയ്യുന്ന പാസീവ് ഡിവൈസ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, കപ്പാസിറ്റർ സ്റ്റോഴ്സ് ഇലക്ട്രിക് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇൻഡക്ടർ സ്റ്റോഴ്സ് ഇലക്ട്രിക് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നെങ്കിൽ സ്റ്റോറേജ് ആയിരിക്കാം, അല്ലെങ്കിൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എലമെന്റ്സ് ആണ് നമ്മൾ പാസീവ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് കോമ്പണൻസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസിസ്റ്റർ ആണ് ഒരു പാസീവ് എലമെന്റ് എന്ന് പറയുന്നത്. റെസിസ്റ്റേഴ്സ് ആർ ഡിസിപ്പേറ്റീവ് എലമെന്റ്സ്. They dissipate electric power, electric energy in the form of heat ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. അതിപ്പോ എത്ര പവർ അതിലേക്ക് കൊടുക്കുന്നുണ്ടോ അത്രയും പവർ അത് ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. സെക്കൻഡ് വൺ ഈസ് ഇൻഡക്ടർ റെസിസ്റ്ററിന്റെ സിമ്പിൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. ഒരു സ്പീഡ് ബ്രേക്കർ പോലെയാണ്. റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ ഈസ് written like this. Amount of power dissipated, voltage across resistor V and current through the resistor I
And we know that power dissipated is equal to V into I. Power dissipated can be calculated as I squared R. This is the formula for calculating power, or V squared by R. നമുക്കറിയാം V is proportional to I. V is equal to R into I. This is equation of a resistor. So for a resistor, power supplied to a resistor will be dissipated in the form of heat, and total power dissipated. Power dissipated ഏത് യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അറിയാവോ? Power dissipated is expressed in ഏത് യൂണിറ്റ് ആണ്? Power dissipated is in watt. Yes, watt. Power dissipated is expressed in watt. Yes. Right, എല്ലാവരും correct ആണ്. Watt, 1 watt means 1 watt of power is 1 joule per second. ഒരു സെക്കൻഡിൽ ഒരു ജൂൾ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 വാട്ട് ആണ് അതിൽ പറയാം. ഓക്കെ, ഇൻഡക്ടറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, what is an inductor? Inductor is a non-dissipative element. It stores electric energy in the form of magnetic field. It stores energy in the form of magnetic field. Non-dissipative എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? It will not dissipate any energy. ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് പോലെ ലോസ് വരുന്നില്ല, ബട്ട് it stores energy in the form of magnetic field. So this energy will be retrieved when we switch off the circuit. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി തിരിച്ച് ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കും. റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. നമ്മൾ പറയാം പാസീവ് എലമെന്റ്സിൽ തന്നെ പാസീവ് അതുപോലെ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഇൻഡക്ടറും കപ്പാസിറ്ററും വരുന്നത്. ബിക്കോസ് അതിലുള്ള എനർജി എന്ന് പറയുന്നത് തിരിച്ച് സർക്യൂട്ടിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്, ഇൻഡക്ടർ ക്യാൻ ബി വ്യൂഡ് ആസ് എ കോയിൽ കണ്ടക്ടർ wound in the shape of coil. കണ്ടക്ടർ, അതായത് ഇൻസുലേറ്റഡ് കോപ്പർ വയറൊക്കെ ഇങ്ങനെ ചുരുളുകളായിട്ട് ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡക്ടർ ആണ് കിട്ടുക. ഈ ചുറ്റിയെടുക്കുമ്പോൾ അതിനകത്ത് ഒരു കോർ ഉണ്ടാവും. കോർ മെറ്റീരിയലിലാണ് സാധാരണ അത് ചുറ്റുന്നത്. കോർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഹൈലി ഫെറോമാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അയൺ, സോഫ്റ്റ് അയൺ, അല്ലെങ്കിൽ കാർബൺ, സ്റ്റീലിന്റെ കുറെ അലോയ്സ് ഉണ്ട്. അത്തരം എലമെന്റ്സ് ആണ് സാധാരണ അതിന്റെ കോർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി ഒരു കോയിൽ വരച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡക്ടറിന്റെ സിമ്പിൾ ആണ്. ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് ആയിട്ട് പറയുന്നത് എൽ എന്നാണ്. സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദ കോയിൽ, വോൾട്ടേജ് ആൻഡ് കറന്റ്. ആ വോൾട്ടേജ് ആൻഡ് കറന്റ് ആർ റിലേറ്റഡ് ഇൻ an inductor. Voltage V is equal to L into di by dt. This is the formula for calculating voltage across inductor. So voltage across inductor is equal to L into di by dt. L is self inductance of the coil. Okay. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ, whenever current changes with respect to time, voltage will appear across it. When current remains a constant value, DC ആണ് ഫ്ലോ ചെയ്യുന്നത്, DC കറണ്ട് ആണ്. ഇപ്പോൾ 2 ആംപിയർ കറണ്ട് ആണ് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്നെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വിൽ ബി 0. DC ആണെങ്കിൽ di by dt becomes 0 and no voltage will appear across it. When AC current flows through it, there will be di by dt, rate of change of current. So voltage will appear across an inductor. So ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ എനർജി സ്റ്റോർഡ്, ഞാൻ ഇവിടെ പവറിന് പകരം എനർജി സ്റ്റോർഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഹാഫ് ഇൻറ്റു Li square is the formula for calculating energy. Now unit of energy is in joules, അല്ലെ? ജൂൾസിലാണ് എനർജി കാൽക്കുലേറ്റ്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. 1 ഹെൻറി, ഇപ്പൊ ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഇവിടെ പറയുന്നത് 1 ഹെൻറി എന്ന് പറയുന്ന ഇൻഡക്ടൻസ് ഹെൻറിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്, ഹെൻറി. ആൻഡ് കറന്റ് ബി 2 ആംപിയർ. Current be 2 ampere. 2 ampere is flowing through an inductor having inductance equal to 1 Henry. How much energy will be stored in it? Energy stored in an inductor is calculated using the formula half Li square. Okay, half Li square എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എനർജി സ്റ്റോർഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹാഫ് ഇൻറ്റു ഇൻഡക്ടൻസ് വാല്യൂ എത്രയാണ്? 1. യെസ്, 2 joules. കറക്റ്റ് ആണ് ദിവ്യ. Half into 1 into 2 square. So we'll get half into 4. 2 joules of energy will be stored. ഇത്രയും എനർജി ഇതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്.
ഇൻഡക്ടറിന്റെ യൂണിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഹെൻറി. ഹെൻറി ലാർജർ യൂണിറ്റ് ആണ്, മില്ലി ഹെൻറി, മൈക്രോ ഹെൻറി, അങ്ങനെയുള്ള സിമ്പിൾ ലോവർ വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ കപ്പാസിറ്ററിലേക്കാണ് വരുന്നത്. കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എനർജി വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എനർജി വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. So electric field. So in capacitor, energy is stored in the form of electric field. The electric field is created between two conductor plates if they are separated by a dielectric material. Two conductor plates separated by a dielectric material constitute a capacitor. So this will be a capacitor. Capacitor in the capacitance C now. So current through the capacitor I is equal to C into dV by dt. Current through capacitor will flow only if there is a rate of change of voltage across it. Voltage or DC anengil current through capacitor is 0. So DC block ചെയ്യും എന്ന് പറയുന്നതിനുള്ള reason ഇതാണ്. When DC voltage is applied across capacitor terminals, current through capacitor will be 0. So capacitor blocks DC. So current will flow through capacitor only if there is a rate of change of voltage across the terminals of the capacitor. In this case, energy stored. നമുക്ക് energy stored ലേക്ക് പോവാം. How much energy is stored in a capacitor? Capacitor store ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ ഇതാണ്, half into CV square. Half CV square joules of energy will be stored in a capacitor. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഏത് യൂണിറ്റിലാണ് പറയുന്നത്? കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് പറയുന്ന യൂണിറ്റ് ഏതാണ്? കപ്പാസിറ്റൻസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ, യെസ് നിതു, യെസ് ഫാരഡ്. ആര്യ എല്ലാവരും കറക്റ്റ്. ഹെൻറി അല്ല, നവ്യ ഹെൻറി അല്ല, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫാരഡ്. ഫാരഡയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഫാരഡ് എന്ന് പറയുന്നത്. ഓക്കെ. So F ആണ് അതിന്റെ യൂണിറ്റ്, 1 farad. So actually a farad എന്ന് പറയുന്നത് it is the voltage, amount of charge accumulated on capacitor plates per unit voltage. When we raise voltage by 1 volt, how much amount of charge will be accumulated on the capacitor plate? That will give the capacitance of the capacitor. So usually capacitance 1 farad എന്നൊക്കെ പറയുമ്പോൾ larger value ആണ്. മൈക്രോ ഫാരഡ്, മില്ലി ഫാരഡ്, നാനോ ഫാരഡ്, പൈക്കോ ഫാരഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ യൂണിറ്റുകളാണ്. 1 milli farad means 10⁻³ farad. 1 microfarad means 10⁻�6 farad. 1 nanofarad means 10⁻�9 farad. 1 picofarad means 10⁻12 farad. അങ്ങനെ ഡിഫറെന്റ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമർ is another passive device. It contains two coils and a common core. നമുക്കറിയാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോർ ഉണ്ട്. പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ core. This is primary winding and there will be secondary winding. And when we apply current or voltage, supply is connected to primary winding. Secondary voltage will be induced in the secondary winding because of mutual inductance. Mutual inductance. So mutual induction വഴിയാണ് സെക്കൻഡറി കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഡിവൈസസും ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഡിവൈസസ് ഒക്കെ പാസീവ് ഡിവൈസസിന് എക്സാമ്പിൾ ആണ്. വാട്ട് അബൌട്ട് ഡയോഡ്? ഡയോഡ് പാസീവ് ആണ്, ആക്റ്റീവ് ആണ്? ഡയോഡ് പാസീവ് ആണ്, ആക്റ്റീവ് ഡിവൈസ് ആണ്? ലക്ഷ്മി പാസീവ് എന്നാണ് പറയുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ്. Yes, both. Yes. In some application they are acting like active devices, and in some application they are acting like a passive device. Active and passive എന്ന് പറയുന്നതാണ് കറക്റ്റ്. നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും ചില ടെക്സ്റ്റിൽ ചില മെറ്റീരിയൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാസീവായിട്ടും ചില മെറ്റീരിയലിൽ ആക്റ്റീവായിട്ടുമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പല ആപ്ലിക്കേഷനിലും അത്
പാസീവ് ഡിവൈസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചില ആപ്ലിക്കേഷൻ ഇപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഒക്കെ കാണിക്കുന്ന ചില ഡയോഡ്സ് ഉണ്ട്. They are used for producing microwave frequency. ഇപ്പോൾ അത്തരം ഡിവൈസസ് ഒക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടണൽ ഡയോഡ് അതുപോലെ തന്നെ ജെനർ ഡയോഡ്, ഇത്തരം ചില ഡയോഡുകൾ എന്ത് കാണിക്കുന്നുണ്ട്? ദേ ആർ ആക്റ്റീവ് ഡിവൈസസ്. അപ്പോൾ ടണൽ ഡയോഡ് പോലുള്ള ഡിവൈസസ് ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ ഗൺ ഡയോഡ്, മൈക്രോവേവ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡയോഡാണ് ഗൺ ഡയോഡ്. സോ ഇത്തരം ഡിവൈസസ് ഒക്കെ ആക്റ്റീവ് ഡിവൈസസ് ആണ്. അതുപോലെ തന്നെ പാസീവ് ഡിവൈസ്, ഇപ്പോൾ ഒരു റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതൊരു പാസീവ് ഡിവൈസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ആപ്ലിക്കേഷനിൽ പാസീവ് ഡിവൈസസ് ആയിട്ടും വർക്ക് ചെയ്യുന്നു. നമുക്ക് അത് പ്രത്യേകിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. acts as active or passive devices. So these are examples of active and passive devices. Diode use, diodes are used as rectifiers. Rectifiers means circuit used for converting AC into DC. AC DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന റെക്ടിഫയർ ആണ് പ്രൈമറി ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. പക്ഷെ ഡയോഡിന് അത് മാത്രമൊന്നുമല്ല ആപ്ലിക്കേഷൻ. ഡയോഡ്, സെനർ ഡയോഡ്, സ്പെസിഫിക് ആയിട്ട് സെനർ ഡയോഡ്, ദേ ആർ യൂസ്ഡ് ആസ് റെഗുലേറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ, DC വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് Zener diode. They are used for controlling the voltage. If we require a 6 volt supply, we should use a Zener regulator, 6 volt Zener regulator. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എപ്പോഴും 6 വോൾട്ട് എന്നുള്ള കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ Zener ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. പല ഡയോഡും പല ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. LED is an example. LED ആപ്ലിക്കേഷൻ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഡയോഡിന് ഒരു വെറൈറ്റി, ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. യെസ്, അപ്പോൾ ആ ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ചില ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് LED പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റെക്ടിഫയർ സർക്യൂട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റർ സർക്യൂട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയോഡ് മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സർക്യൂട്ട്സിലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗേറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഗേറ്റ്സില് ഡയോഡ്, ട്രാൻസിസ്റ്റർ, ലോജിക് എന്ന് പറയുന്നത്, DTL എന്ന് പറയുന്ന ലോജിക് ഫാമിലി ഉണ്ട്. എല്ലാതരം ഗേറ്റുകളും നമുക്ക് ഈ ലോജിക് ഫാമിലി വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. NAND ആൻഡ് NOR ഓപ്പറേഷൻ ഒക്കെ നമുക്കിത് വെച്ച് പെർഫോം ചെയ്യാം. അപ്പൊ അത് ഡിജിറ്റൽ സർക്യൂട്ടിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡയോഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് വരാം. നമുക്ക് ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കപ്പാസിറ്റർ, ഡിഫറെന്റ് ടൈപ്പ് കപ്പാസിറ്റർ. ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആണ് നിങ്ങൾ ഈ ഫസ്റ്റ് വൺ കാണുന്നത്. ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആണ്. ദിസ് വൺ is an electrolytic capacitor. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ കോമ്പണന്റ് ഒന്നും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. സെക്കൻഡ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ, ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ceramic capacitors. Ceramic. These two are electrolytic. So depending on the insulating material, dielectric material, they are classified into ceramic type, vapor capacitor, electrolytic capacitor, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗൺ കളർ ഇവിടെ കാണാൻ പറ്റും ഇൻഡക്ടറിന്റെ കേസിൽ. ഇത് കാണിക്കുന്നത് ഈ കോപ്പർ വൈൻഡിങ് ആണ്, അതായത് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആണ്. സോ ദിസ് ഈസ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ. സോ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇങ്ങനെ ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡക്ടർ ആണ് കിട്ടുന്നത്. ഇൻഡക്ടറിന്റെ നമ്പർ ഓഫ് ടേൺസിനനുസരിച്ചും അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതുപോലെ തന്നെ കോർ മെറ്റീരിയൽ. ദിസ് ഈസ് കോർ. കോർ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് കോറായിട്ട് വരുന്നത്. കോറിന്റെ മുകളിലാണ് ഈ കോയിൽ ചുറ്റിയെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കോർ നമുക്കുണ്ടെങ്കിൽ ഈ കോറിൽ കോയിൽസ് ഇങ്ങനെ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് വിൽ വർക്ക് ആസ് ആൻ ഇൻഡക്ടർ. According to the number of turns, area of cross section and the core material, inductance will vary. So inductance value എന്ന് പറയുന്നത് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഈ കോർ ഏരിയ, അതുപോലെ മെറ്റീരിയലിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. മറ്റൊരു ടൈപ്പ് ഡിവൈസസ് ആണ് റെസിസ്റ്റേഴ്സ്. കളർ കോഡിങ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കളർ കോഡിങ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് റെസിസ്റ്ററിന്റെ കേസിൽ. സോ റെസിസ്റ്റർ ഈസ് ആൻ എക്സാമ്പിൾ of passive element.
ഇത് മൂന്നുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കപ്പാസിറ്റർ, ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതും ഒരു പാസീവ് ഡിവൈസ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് പാസീവ് ഡിവൈസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ സർക്യൂട്ട് നിങ്ങൾ കാണുമ്പോൾ ഇത് ഒരു സർക്യൂട്ടിനകത്ത് പാസീവ് ഡിവൈസസും ആക്റ്റീവ് ഡിവൈസസും നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ആംപ്ലിഫയർ പോലുള്ള, അല്ലെങ്കിൽ ഓസിലേറ്റർ സർക്യൂട്ട്, റെക്ടിഫയർ സർക്യൂട്ട്, ഇതിനകത്ത് എല്ലാം തന്നെ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ് നമുക്ക് കാണാൻ പറ്റും. ഫിൽറ്റേഴ്സ് ഒക്കെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് വരികയാണ്. ഇതിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് കാണുന്നതാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും നമുക്ക് ഡൗട്ടുകളൊക്കെ തോന്നാം, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ തോന്നാം. അതായത് ഇതിന്റെ തിയറി സെക്ഷനുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഇത് ഫെമിലിയർ ആണല്ലോ? ആർക്കും ഡൗട്ട് ഇല്ല? ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് LED ആണ്. LED കൺസ്ട്രക്ഷൻ വൈസ്. ഓക്കെ, സെനർ ഡയോഡ് യൂസ്. ഓക്കെ, സെനർ ഡയോഡിന്റെ യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെനർ ഡയോഡ്, Zener diode, basically Zener diode is a diode that is specifically used as a voltage regulator. Yes, constant voltage generate ചെയ്യുന്ന തരം ഡിവൈസ് സർക്യൂട്ടിലാണ് Zener യൂസ് ചെയ്യുന്നത്. Zenerന്റെ സിമ്പൽ ഇങ്ങനെയാണ്, Zener, Zener diode. Zener diode has symbol like this. Any diode, ഏതൊരു ഡയോഡ് എടുത്താലും നമുക്കറിയാം എന്തൊക്കെയുണ്ട്. ഒരു രണ്ട് ടെർമിനൽ ഉണ്ടാവും, P and N terminal, P terminal and N terminal. Zener diode is also having P terminal and N terminal. So diode can be used in two different configuration or different biasing condition. Biasing means applying external voltage to a Zener, connecting external voltage to a diode is termed as biasing. We have two types of biasing. Biasing is connecting external voltage source. Okay, so energy change. Energy will not change. ഇവിടെ മറ്റൊരു ഡൗട്ട് ചോദിച്ചിട്ടുള്ളത് സ്റ്റെപ്പ് ഡൗൺ ഓർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എനർജിയിൽ ഒരു ചേഞ്ച് വരുന്നില്ലേ എന്നുള്ളതാണ്. As far as a transformer is concerned, energy will not change. Actually, energy കൂടുതലൊന്നും കൊടുക്കാൻ പറ്റില്ല, because transformer is having a rating. Transformer rating, you are familiar with the transformer rating. What is transformer rating, or how transformer rating is expressed? ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ KVA റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വോൾട്ട് ആംപിയർ റേറ്റിംഗ് ആണ് VA റേറ്റിംഗ്. ദാറ്റ് മീൻസ് ഇൻപുട്ട് VA ഈക്വൽ ടു VA ഈക്വൽ ടു ഔട്ട്പുട്ട് VA. ഓക്കെ, input VA, volt ampere, product of voltage and current in the input side will be equal to product of voltage and current in the output side. So when we apply inputൽ നമ്മൾ പവർ കൊടുത്തു, അപ്പൊ ഔട്ട്പുട്ടിൽ എടുക്കുന്ന പവറിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും ഇൻപുട്ടിൽ നിന്ന് എടുക്കുന്ന പവർ. കാരണം some amount of power will be dissipated in a transformer in the form of hysteresis and eddy current losses. So the power that is supplied by a transformer is always less than the power that is delivered to the transformer. That is, ഇൻപുട്ടിൽ എടുക്കുന്ന പവർ ഇല്ലേ, ഇൻപുട്ട് പവറിനേക്കാൾ എപ്പോഴും കുറഞ്ഞ വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ V into A വാല്യൂ, ഇവിടെ ഇൻപുട്ടിലെ VA വാല്യൂയും ഔട്ട്പുട്ടിലെ VA വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. പവർ VA വാല്യൂവിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് AC, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പവർ ഫാക്ടർ ആൾസോ. ഈ ലോഡിന്റെ പവർ ഫാക്ടറിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. എനിവേ, ഇഫ് ദിസ് ഈസ് ടേക്കിംഗ് എ പവർ ഓഫ് 10 joules, 10 joules of energy is taken from input side, output side, then there will be 12 joules. 12 joules should be delivered to the primary of the transformer. The remaining 2 joules of energy will be dissipated. ഇപ്പൊ വാട്ടിലാണെങ്കിലും നമുക്ക് പറയാം 10 watt എനർജി പവർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 12 watt അത് എടുക്കുന്നുണ്ടാവും. Because additional amount of power, 2 watts of power will be dissipated in the
ട്രാൻസ്ഫോമർ. അപ്പോൾ എപ്പോഴും ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിലെ പവർ ഔട്ട്പുട്ട് പവറിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ വി ഇൻറ്റു എ എന്ന് പറയുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും സെയിം ആയിരിക്കും. പക്ഷേ ഇൻപുട്ടിൽ എടുക്കുന്ന പവർ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ എടുക്കുന്ന പവറിനെ ഡിപ്പെൻഡ്. ഇപ്പോൾ റെസിസ്റ്റർ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ പവർ ഫാക്ടർ ഓഫ് യൂണിറ്റി. റെസിസ്റ്ററിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാവരും ഓർത്തിരിക്കുക യൂണിറ്റി ആണ്. യൂണിറ്റി പവർ ഫാക്ടർ ആണ്. പി എഫ് എന്ന് പറയുന്നതാണ് ഈ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഫോർ റെസിസ്റ്റർ ഇറ്റ് ഈസ് യൂണിറ്റി. വെൻ വി കണക്ട് എ റെസിസ്റ്റീവ് ലോഡ്, power factor is unity. In that case, volt ampere will be equal to power taken by the source. Volt into current will be equal to power. ആ കേസിൽ ഇപ്പോൾ മറ്റു തരം ലോഡ് ആണെങ്കിൽ, ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് ലോഡ് ആണെങ്കിൽ വി എ വാല്യൂവിനേക്കാളും കുറഞ്ഞ പവർ ആയിരിക്കും അത് എടുക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. യെസ്, inductors will work with a DC circuit also, but in that case voltage across inductor will be zero. They will absorb current. Current will flow through the inductor, but voltage across them remains zero value. ഇൻഡക്ടറിന്റെ കേസിൽ പക്ഷെ ട്രാൻസ്ഫോമർ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ വിൽ വർക്ക് ഓൺലി ഇൻ എ സി കണ്ടീഷൻ. എ സിയിൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുക. കാരണം ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ഇഫ് ദർ ഇസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ഇൻ ദ പ്രൈമറി. പ്രൈമറി ഡി ഐ ബൈ ഡി ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെക്കൻഡറിയിലെ വോൾട്ടേജ് വരുന്നത്. അപ്പൊ ഡി ഐ ബൈ ഡി ടി വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എൻ എ സി ക്വാണ്ടിറ്റി. അപ്പോൾ ഇൻഡക്ടർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഡി സിയിൽ യൂസ് ചെയ്യാം, ബട്ട് ഇറ്റ് ആക്ട്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. സോ ഇൻഡക്ടർ ആക്ട്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട് അണ്ടർ ഡി സി കണ്ടീഷൻ ആൻഡ് offer high impedance when we connect AC. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എ സിയുടെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് അതിന്റെ ഇംപീഡൻസും കൂടി. ബേസിക്കലി ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഓൺലി ഇൻ എ സി സർക്യൂട്ട്. അതിനുള്ള റീസൺ മനസ്സിലായില്ലേ? കാരണം പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ഇൻഡക്ഷൻ നടക്കണം. ഇൻഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? പാരഡൈസ് ലോ ഓഫ് ഇൻഡക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. EMF will be induced in a coil whenever flux linked with it changes with time, and the amount of induced EMF will be equal to rate of change of current is proportional to rate of change of flux linkage. d phi by dt ki equal ആണ്. Induced EMF V is equal to d psi by or d phi by dt, and phi is flux linkage. അപ്പോൾ flux linkage ന് ചേഞ്ച് വരണം. ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് വരണമെങ്കിൽ കറണ്ടിൽ ചേഞ്ച് വരണം. അതുകൊണ്ട് തന്നെ എ സിയിലായിരിക്കും ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക. സോ വാട്ട് ഈസ് ഇംപീഡൻസ്? യെസ്, അനദർ ക്വസ്റ്റ്യൻ. ഇംപീഡൻസ് മീൻസ് ദ റെസിസ്റ്റൻസ് offered by a circuit or a component is called impedance. But there is a slight difference between resistance and impedance. You can see two different quantities. Resistance, it is independent of supply frequency, does not depend on supply frequency just like a resistor. അപ്പോൾ നമ്മൾ ഒരു 1 കിലോ ഓം റെസിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചോ, റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഫ്രീക്വൻസി ആയാലും അതിന്റെ റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതേസമയം നമുക്ക് ഒരു ഇൻഡക്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഇൻഡക്റ്റൻസിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ കേസിൽ ഇംപീഡൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ റിയാക്ടൻസ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ അത് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്. അതായത് 2πfl ആണ് അതിന്റെ റിയാക്ടൻസ് പറയുന്നത്. അപ്പോൾ 2πf ഒമേഗ ഇൻറ്റു എൽ എന്നുള്ള രീതി. എഫ് എന്ന് പറയുന്നത് സപ്ലൈയുടെ ഫ്രീക്വൻസിയാണ്. ആൻഡ് ദിസ് ഈസ് റിയാക്ടൻസ് ഓഫ് ദ ഇൻഡക്ടൻസ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ റിയാക്ടൻസ് ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ. അതുപോലെ തന്നെ കപ്പാസിറ്റർ ആണെങ്കിൽ 1/2πfc എന്ന് പറയുന്നതാണ്. ഫോർ എ കപ്പാസിറ്റർ റിയാക്ടൻസ് ഈസ് 1/2πfc. See, these quantities fc depends on supply frequency. That is why they are called a reactance. Reactance എന്ന് പറയുമ്പോൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലും എടുക്കാം, because they can store energy and can deliver
this energy, stored energy to the supply when the power is switched off. അപ്പോൾ ആ രീതിയിൽ ഇത് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അതുകൊണ്ട് അതിന് റിയാക്ടൻസ് എന്ന് പറയും. റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ്. If a circuit consists of resistance and reactive elements like inductor and capacitor, such a device or such a circuit is having impedance. So impedance means a combination of resistance and reactance. R plus the impedance is Z ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. R is the resistance part and J2 pi Fl ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഈ J എന്നുള്ള ടേം ഈ ഇംപിഡൻസിനെയും റിയാക്ടൻസിനെയും റെസിസ്റ്റൻസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ J എന്നുള്ള ടേം. ഇൻ ജനറൽ, impedance is a complex valued quantity because it is having a real part, that is the resistance, and imaginary part, that is the reactance. അപ്പോൾ ഒരു ആർ എൽ സർക്യൂട്ടിന്റെ ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് എ കോൺസ്റ്റന്റ് പാർട്ട്, അതായത് ഒരു റിയൽ പാർട്ട് ഉണ്ട്. റിയൽ പാർട്ട് ഈസ് റെസിസ്റ്റൻസ് ആൻഡ് ഇമാജിനറി പാർട്ട് ദാറ്റ് ഈസ് റിയാക്ടൻസ്. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു രണ്ട് രീതിയിൽ വരാം. ആർ സി വരാം, ആർ എൽ വരാം. ആർ എൽ സി സർക്യൂട്ട് ഒക്കെ ഇംപിഡൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെനർ ഡയോഡിനെ പറ്റിയാണ്. ഓക്കെ, സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ ബ്രേക്ക് ഡൗൺ റീജിയൻ. ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയുമ്പോൾ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ആണ്. റിവേഴ്സ് ബയാസ് കണ്ടീഷൻ. So reverse bias condition means we are applying negative voltage. ഇവിടെ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ്, തിരിച്ചാണ്. റിവേഴ്സ് ബയാസ് മീൻസ് we are applying a positive voltage to N terminal and a negative voltage to P terminal. So this is reverse bias condition. Okay. സെനർ വോൾട്ടേജിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് VZ എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. 6 വോൾട്ട് ആണെന്ന് കരുതുക. ആൻഡ് ദിസ് ഈസ് എ വേരിയബിൾ വോൾട്ടേജ് സോഴ്സ്. ഇറ്റ് ഈസ് വേരിയിങ് ഫ്രം 6 to 10 വോൾട്ട്. ഇതിന്റെ വേരിയേഷൻ വരുന്നുണ്ട് 6 to 10 വോൾട്ട് ആണ്. സോ വെൻ ദിസ് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് വേരീസ് ഫ്രം 6 to 10 വോൾട്ട്, സെനർ വിച്ച് ഈസ് ഹാവിങ് എ സെനർ വോൾട്ടേജ് ഓഫ് 6 വോൾട്ട് ആണ് അതിന്റെ സെനർ വോൾട്ടേജ് വരുന്നതെങ്കിൽ ആ ഒരു വോൾട്ടേജിൽ ഇത് ബ്രേക്ക് ഡൗൺ നടക്കും. VI ക്യാരക്ടറിസ്റ്റിക്സിൽ ബ്രേക്ക് ഡൗൺ നടക്കും. ദിസ് ഈസ് വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് കറന്റ്. വെൻ സപ്ലൈ വോൾട്ടേജ് ഈസ് 6 വോൾട്ട് minus 6 volt, Zener breaks down and Zener voltage remains that voltage. അപ്പോൾ 6 volt എന്ന് പറയുന്ന വോൾട്ടേജ് ആയിട്ട് റിമെയിൻ ചെയ്യും. അപ്പോൾ ഇതിനെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് Zener ബ്രേക്ക് ഡൗൺ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയുന്ന ബ്രേക്ക് ഡൗൺ കണ്ടീഷനാണ്. അപ്പോൾ യൂഷ്വലി Zener അല്ലാത്തൊരു ഡയോഡാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ that will be permanently damaged due to excess amount of current flowing through the Zener diode after breakdown. But Zener diode is specifically designed so that it can withstand the power dissipated in the breakdown region. Breakdown region ഇത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് Zener diode വർക്ക് ചെയ്യുന്നത്. അപ്പോൾ Zener diode എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും വരുന്നത്. സോ വിൽ കണക്ട് സം റെസിസ്റ്റൻസ് ഹിയർ. റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം, കാരണം ബാക്കിയുള്ള എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യണം. റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ആൻഡ് വി വിൽ ഓൾസോ കണക്ട് എ ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ ലോഡ് റെസിസ്റ്റൻസും കണക്ട് ചെയ്യാം. സോ ലോഡിന് അക്രോസ് വരുന്ന ഈ വോൾട്ടേജ് RL എന്നുള്ള വോൾട്ടേജ് across വരുന്ന വോൾട്ടേജ് VL will be a constant voltage. So this is application of Zener diode, and this is Zener voltage regulator. Voltage regulator. അപ്പോൾ Zener breakdown നടക്കുന്ന തരത്തിലുള്ള ഡയോഡാണ്. അത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇത് ക്ലിയർ അല്ലേ? Zener regulator. The output voltage will remain a constant value. Next നമ്മൾ LED-ലേക്ക് വരാം. സോ LED എല്ലാവരും കണ്ടിട്ടുണ്ടാവും. LED കാരണം എല്ലാ ഡിസ്പ്ലേ ഡിവൈസസിലും LED ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിലേക്ക് വരാം. സോ നമ്മൾ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് അതിന്റെ എപ്പോക്സി ലെൻസ് എന്ന് പറയുന്നത്.
എപ്പോക്സി ലെൻസ് ഓർ കേസ്. എപ്പോക്സി അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലൈറ്റ് പുറത്തു വരാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോക്സി ലെൻസ് കേസ് ആണ്. അതൊരു കേസാണ്. അതിൻ്റെ കേസ് നമുക്ക് പുറമേ കാണുന്ന ഭാഗമാണ് അതിൻ്റെ കേസായിട്ട് വരുന്നത്. ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇത് കാണാം, ലീഡ് ഫ്രെയിംസ് കാണാം, ആൻവിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ടെർമിനലിലേക്കും ഒന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സെമി കണ്ടക്ടർ ഡൈ കാണാൻ പറ്റും. സെമി കണ്ടക്ടർ ഡൈ അതാണ് സെമി കണ്ടക്ടർ ജംഗ്ഷൻ, PN ജംഗ്ഷൻ ആയിട്ട് വരുന്നത്. സോ സെമി കണ്ടക്ടർ ഡയോഡ് ഈസ് സിംപ്ലി PN ജംഗ്ഷൻ. PN ജംഗ്ഷൻ ഈസ് പ്ലേസ്ഡ് ഹിയർ. PN ജംഗ്ഷൻ അത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ക്യാവിറ്റി ആണ്. അതായത് അതിന് ലൈറ്റ് ഒരു പ്രത്യേക ഡയറക്ഷനിൽ വരാൻ വേണ്ടിയിട്ട് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ക്യാവിറ്റി നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദർ വിൽ ബി വയർ ബോണ്ട്. വയർ ബോണ്ട് മീൻസ് P terminal is connected to this anode and N terminal is already connected to cathode. So we have two terminals, anode and cathode. ഇതൊരു സാധാരണ ഡയോഡ് പോലെ തന്നെയാണ് ഇതിന്റെ വർക്കിംഗ് എല്ലാം വരുന്നത്. കാരണം PN ജംഗ്ഷൻ തന്നെയാണ്. സോ LED is a PN ജംഗ്ഷൻ ഡയോഡ്. PN ജംഗ്ഷൻ ഡയോഡിന്റെ കേസിൽ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്? PN ജംഗ്ഷൻ ഡയോഡിൽ നമുക്ക് ഫോർവേഡ് ബയാസ് കണ്ടീഷൻ വരുന്ന ഒരു ഡയോഡിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ PN ജംഗ്ഷൻ ഡയോഡ് കൺസിസ്റ്റ് ഓഫ് എ P region, P type material and an N type material. P type and N type materials are joined, or they are doped in a same material. Same material രണ്ട് ഭാഗത്തായിട്ടാണ് P type material and N type material. എന്താണ് ഈ P type ഉം N type ഉം? What is meant by P type and N type? P means positive. P stands for positive. Positive type എന്ന് പറയുമ്പോൾ അതിന്റെ മീൻ ചെയ്യുന്നത് എന്താണ്? In positive type, the impurity atoms. See, semiconductor എന്ന് പറയുമ്പോൾ intrinsic semiconductor ഉണ്ട്. Intrinsic semiconductor. Semiconductor in pure form is called intrinsic semiconductor. Examples are silicon and germanium. Intrinsic semiconductor. അല്ല, എല്ലാവരും ഫെമിലിയർ ആണ്. Pure semiconductor means intrinsic semiconductor. Examples are silicon and germanium. ഇത് elemental ഫോമിലുള്ള എലമെന്റ്സ് ആണ്. മനസ്സിലാവും, നമുക്ക് പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് ആയിട്ട് കാണാം. ഫോർത്ത് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ് സിലിക്കൺ ആൻഡ് ജെർമേനിയം. They are having 4 outermost electrons and they share these electrons with the neighboring silicon atom to form a silicon crystal. Covalent bonds are formed with the other neighboring silicon atoms and silicon crystal is formed. Germanium അതുപോലെ തന്നെയാണ്. ഇവിടെ എല്ലാം കോവലന്റ് ബോണ്ട് ആണ്. അപ്പോൾ ഈ ബോണ്ടിൽ ഈ രണ്ട് ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ബോണ്ടിങ് സ്ട്രക്ചർ ആണ് ഈ ഇന്റർസിക് സെമി കണ്ടക്ടറിലുള്ളത്. സോ സിലിക്കൺ and germanium in pure form are called intrinsic semiconductor. So when a bond is broken, when a bond is broken, semiconductor ഈ bond break ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? free electron will be produced. At the same time, a vacancy of electron is created in the bond or valence band. So we have a pair of charge carriers, one electron which is negatively charged, this is negatively charged electron, and a vacancy of electron created in the valence band or bond will create a bond is in valence band. Valence band ആണ്, electrons is in free electron is in conduction band, higher energy state ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് കണ്ടക്ഷൻ ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പൊ കണ്ടക്ഷൻ ഇലക്ട്രോണിന്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹയർ ലെവലാണ്. അപ്പോൾ വാലൻസ് ബാൻഡിനേക്കാളും ഹയർ ലെവലായിരിക്കും ഈ ഇലക്ട്രോൺ ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണും ഫ്രീ ഇലക്ട്രോണും ഹോളും പെയർ ആയിട്ടാണ് വരുന്നത്. ഹോൾ മീൻസ് വേക്കൻസി ഓഫ് ഇലക്ട്രോൺ. സ്പീഡ് എന്താണ് പറഞ്ഞത്? അതിര സ്പീഡ് ഇഷ്യൂ മീൻസ് സ്പീഡാണോ പ്രസന്റ് ചെയ്യുന്നതിന്റെ? എനിക്ക് ഇത്തിരി സ്പീഡ് തോന്നുന്നു. ആരെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചതാ സാർ. കുറെ കാര്യങ്ങൾ പെട്ടെന്ന് പറയുമ്പോ എനിക്ക് വിട്ടു പോവാ. ഇതിനെന്താ സംഭവം എന്നറിയാമോ? വളരെ എലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിലബസിൽ ഉള്ളത്. പക്ഷെ സിലബസ് ഇട്ടിരിക്കുന്നത് എലമെന്ററി കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാത്ത രീതിയിൽ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലേക്കാണ് അത് പോകുന്നത്.
അപ്പൊ ഞാൻ ഇതിന്റെ തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ തോന്നുകയും പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് മാറുകയും ചെയ്യും. ഇതിന്റെ തിയറി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ തിയറി ഇല്ല, പക്ഷെ അതൊന്നും ഈ സിലബസിലില്ല. അതായത് നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന രീതിയിലല്ല ഈ സിലബസ് ഇട്ടിരിക്കുന്നത്. നേരെ ആപ്ലിക്കേഷനിലേക്കാണ്. നിങ്ങൾക്ക് ആ സിലബസ് കണ്ടാൽ കാണാം. എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ്, LED, അതുപോലെ ഈ ഡയോഡിനെ പറ്റി പറയണമെങ്കിൽ ആദ്യം എന്ത് പറയണം? സെമി കണ്ടക്ടറിനെ പറ്റി പറയുകയും നമുക്ക് ആ രീതിയിൽ പറയാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ സിലബസ് ക്യാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്പീഡ് തോന്നുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് പോകണമെങ്കിൽ അത് രീതിയിൽ പറയാം കേട്ടോ. അതായിരിക്കും നന്നാവും. കുറെ കാലമായി ടച്ച് വിട്ടിട്ട് അതാണ്. അതെ, അതാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനപ്പോ ഇത് റഷ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വേണ്ട, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലായിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ ഞാനിതില് തിരിച്ചു വരികയാണ്. ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് സെമി കണ്ടക്ടർ എന്നതിനെ പറ്റി തന്നെയാണ്. ഇത് നിങ്ങൾ ഓക്കെ. സോ ബേസിക്കലി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ സെമി കണ്ടക്ടർ ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗില് ആദ്യകാലത്തൊക്കെ എന്തായിരുന്നു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഡിവൈസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ ഡിവൈസസ്, അന്ന് സോളിഡ് സെമി കണ്ടക്ടർ ഡിവൈസസ് ഒന്നുമില്ല. They are using vacuum tubes. Vacuum tubes are used as semiconductor devices. പണ്ടത്തെ റേഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴയ റേഡിയോ കേട്ടോ, വളരെ മുമ്പെയുള്ള റേഡിയോ എന്ന് പറയുമ്പോൾ 1940s 50s ഇപ്പൊ പുരാവസ്തുവായിട്ടുള്ള സംഭവങ്ങൾ. അതിലെന്തൊക്കെയാണ് വരുന്നതെന്നറിയോ? ഇലക്ട്രോണിക് കോമ്പോണൻസ് ആയിട്ട് വരുന്നത് വാക്വം ട്യൂബ്സ് ആണ്. അപ്പൊ അവിടെ ഒരു റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഒരു വാക്വം ഡയോഡാണ്. ഡയോഡ് യൂസ് ചെയ്യും. ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് വാക്വം ട്രയോഡാണ്. ഈ ഡയോഡ് മീൻസ് ഡൈ, 2 എന്നുള്ളതാണ്. 2 ഇലക്ട്രോഡ് എന്ന് വരുന്നതാണ്, ആനോഡ് ആൻഡ് കാഥോഡ്. വാക്വം ട്രയോഡ് മീൻസ് ദർ വിൽ ബി എ തേർഡ് ഇലക്ട്രോൺ. ഓക്കെ, ഗേറ്റ്, കാഥോഡ്, അതുപോലെ തന്നെ പ്ലേറ്റ്. ആനോഡിന് പ്ലേറ്റ് എന്നാണ് പറയുന്നത്, ആൻഡ് ഗ്രിഡ്. അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ടേംസ്. ഇപ്പോ നമുക്കറിയാം ഒരു BJT-യില് ബേസ്, അതുപോലെ കളക്ടർ ആൻഡ് എമിറ്റർ ബേസ് കളക്ടർ. അതാണ് ഇപ്പോ നമുക്ക് BJT-യുടെ കേസിൽ വരുന്നത്. അപ്പോൾ വാക്വം ട്രയോഡിന്റെ കേസിലായിരുന്നെങ്കിൽ ഇലക്ട്രോഡ്സിന്റെ പേര് എന്തായിരുന്നു? ഇത് നിങ്ങൾക്ക് അറിയാം, ആനോഡ് ആൻഡ് കാഥോഡ്. There will be 2 electrodes. So 2 electrodes വരുന്നുണ്ട്. ആൻഡ് there will be filament. തെർമലി ആണ് അവിടെ, തെർമിയോണിക് എമിഷൻ എന്നാണ് പറയാം. അതായത് അവിടെ ഫിലമെന്റ് ഹീറ്റ് ചെയ്യണം. ഫിലമെന്റ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫിലമെന്റിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തു ചാടും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഫിലമെന്റിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തു ചാടും. ഈ പുറത്തു വരുന്ന ഇലക്ട്രോൺസിനെ ആനോഡിൽ അപ്ലൈ ചെയ്യുന്ന ഹൈ വോൾട്ടേജ്, കാഥോഡിനും ആനോഡിനും ഇടയ്ക്ക് ഒരു ഹൈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യും. കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. കാഥോഡിലാണ് എന്തുണ്ടാവുക? ഈ ഇലക്ട്രോൺ ഗൺ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കാഥോഡിലാണ് ആ ഫിലമെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഫിലമെന്റിൽ വരുന്ന ഇലക്ട്രോൺസ് എല്ലാം ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത് പാസ് ചെയ്യുന്നത് വളരെ റെസിസ്റ്റൻസ് കൂടിയ, അതായത് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന അത്ര ഈസി ആയിട്ടല്ല വാക്വം ഡയോഡിലൂടെ പാസ് ചെയ്യുക. അപ്പോൾ അത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ മാത്രമാണ് ഡയോഡിന് പാസ് ചെയ്യുക. ആനോഡ് ടു കാഥോഡ് ആണ് കറണ്ട് ഫ്ലോ. ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ് എപ്പോഴും കറണ്ട് ഫ്ലോ എടുക്കേണ്ടത്. അപ്പോൾ കാഥോഡ് ടു ആനോഡ് ആണ് ഇലക്ട്രോൺ ഫ്ലോ. കറണ്ട് ഫ്ലോ വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വാക്വം ട്രയോഡ് consists of 3 electrodes: plate, grid, and third one is plate and cathode, plate and grid. So grid is the third terminal. Plate or anode. Anode ന് പകരം plate എന്നാണ്, plate or anode. ഗ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു ടെർമിനൽ, എക്സ്ട്രാ വരുന്ന ഈ ടെർമിനൽ, അതിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
cathode to plate current can be controlled using voltage applied to the grid. ഇപ്പൊ ഗ്രിഡിന് ഒരു കൺട്രോൾ വന്നു, കൺട്രോൾ ഗ്രിഡ് എന്നാണ് അതിന് പറയുന്ന പേര്. അപ്പൊ ഇത്തരം ഡിവൈസസ് ആണ് ഇലക്ട്രോണിക് ഡിവൈസസിലെ ആദ്യകാലത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെമി കണ്ടക്ടർ ഡിവൈസസ്. പിന്നീട് സെമി കണ്ടക്ടർ സോളിഡ് സ്റ്റേറ്റ് സെമി കണ്ടക്ടർ, സോളിഡ് സ്റ്റേറ്റ് സെമി കണ്ടക്ടറിലേക്ക് വന്നു. സോളിഡ് സ്റ്റേറ്റ് സെമി കണ്ടക്ടർ. സോ സോളിഡ് സ്റ്റേറ്റ് സെമി കണ്ടക്ടറിൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഡിവൈസസ്, സെമി കണ്ടക്ടർ എലമെന്റ്സ് എന്ന് പറയുന്നത് പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡോപ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ സെമി കണ്ടക്ടേഴ്സ്, സോളിഡ് സ്റ്റേറ്റ് സെമി കണ്ടക്ടർ ആർ ജെർമേനിയം ആൻഡ് സിലിക്കൺ. ജെർമേനിയം ആൻഡ് സിലിക്കൺ, നിങ്ങൾക്കറിയാം ജെർമേനിയം സിലിക്കണും ഫോർത്ത് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്. ഈ രണ്ട് എലമെന്റ്സ് ബേസിക്കലി ഈ സെമി കണ്ടക്ടർ പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റ്സ് ആണ്. സോ എലമെന്റ്സ് ലൈക്ക് ജെർമേനിയം ആൻഡ് സിലിക്കൺ, they are used as semiconductor devices. But in pure form, these semiconductor devices show very large resistance. So conductivity is very small for germanium and silicon when they are used in pure form. Pure form ulla semiconductor inde peru endana? Pure form, germanium and silicon in pure form are termed as intrinsic semiconductor. Yes, intrinsic semiconductor. Another form is extrinsic, impure or extrinsic semiconductor. So intrinsic semiconductors or pure semiconductors having very poor electrical characteristics. Electrical characteristics was very poor. So we can't use pure silicon or germanium as such in electronic devices because of their poor performance. So we'll use extrinsic semiconductor. Impurities are added to silicon or germanium to convert silicon and germanium into extrinsic semiconductor. ഇതിനെ ഡോപ്പിംഗ് എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്നത്. ഡോപ്പിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ് എന്താണ്? Process of adding impurity to an intrinsic semiconductor to convert into an extrinsic semiconductor is termed as doping. Doping is the process of converting intrinsic semiconductor into extrinsic semiconductor. Okay, so doping process വഴിയാണ് ഈ impurity add ചെയ്യുന്നത്. Impurities എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് impurity ആണ് വരുന്നത്. One is trivalent impurity. Trivalent. എന്താണ് ഈ ട്രൈവാലന്റ് എന്ന് പറയുമ്പോൾ? ട്രൈ മീൻസ് ത്രീ, വാലന്റ് മീൻസ് വാലൻസി. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഫോം ചെയ്യാം. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്ന ഇമ്പ്യൂരിറ്റിയാണ്. ഇമ്പ്യൂരിറ്റി എലമെന്റ്സ് ഹാവിംഗ് 3 വാലൻസ് ഇലക്ട്രോൺസ്. ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇമ്പ്യൂരിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഇമ്പ്യൂരിറ്റി ബോറോൺ അലുമിനിയം പോലുള്ള, ഇൻഡിയം, അതുപോലുള്ള ഗാലിയം, ഇൻഡിയം, ബോറോൺ, ഇത്തരം ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഗാലിയം, ഇൻഡിയം, ബോറോൺ, ഓക്കെ, അലുമിനിയം, താലിയം, ഓക്കെ, തേർഡ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെന്റ്സും നമുക്ക് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. സോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ടാണ് അത് കൺവേർട്ട് ആവുന്നത്. ഇനി ടെട്രാവാലന്റ് ആണ് നമ്മുടെ സെമി കണ്ടക്ടർ. പെന്റാവാലന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്നത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ വാലൻസി ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ പെന്റാ മീൻസ് 5 ആണ് അല്ലേ? So pentavalent impurity is having 5 valence electrons. So yes, an additional electron will be produced. So it is a n-type, negative type or n-type semiconductor. So രണ്ട് ടൈപ്പ് നമുക്ക് സെമികണ്ടക്ടർ കിട്ടി. എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ is of p-type. p-typeനകത്ത് holes ആണ് majority carriers. In intrinsic semiconductor, number of holes equal to
number of holes equal to number of electrons. Intrinsic semiconductor കേസിൽ ഹോൾസും ഇലക്ട്രോൺസും പെയേഴ്സ് ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. So number of electrons, free electrons will be equal to number of holes. In the case of p-type semiconductor, number of holes will be greater than, holes are majority carriers. എന്തുകൊണ്ടാണ് majority carriers എന്ന് പറയുന്നത്? Holes are majority carriers. Number of holes will be more than number of electrons. So majority carriers are holes. In n-type semiconductor, majority, ഓരോ pentavalent impurityയും ഓരോ additional electron produce ചെയ്യുന്നതുകൊണ്ട് majority carriers are electrons. അപ്പോ p-type semiconductorലെ minority carriers എന്തായിരിക്കും? p-type semiconductorലെ minority carriers ഏതായിരിക്കും? Majority carriers are holes, minority carriers are electrons. Yes, correct. എല്ലാവരും correct answer. ഇതുപോലെ തന്നെ n-type semiconductor, in n-type semiconductor majority carriers are electrons and minority carriers are holes. So in a semiconductor there will be two types of charge carriers, electrons and holes. Electrons and holes constitute current in a semiconductor. അപ്പോൾ semiconductor സംബന്ധിച്ച് ഇലക്ട്രോൺസും ഹോൾസ് വരുന്നുണ്ട്. ഇൻട്രിൻസിക് സെമികണ്ടക്ടറിൽ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെ നമ്പർ ഈക്വൽ ആയിരിക്കും. പി ടൈപ്പ് സെമികണ്ടക്ടറിലെ ഹോൾസിന്റെ നമ്പർ ഇലക്ട്രോൺസിന്റെ നമ്പറിനേക്കാളും കൂടുതലായിരിക്കും. സോ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഹോൾസ് ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. In n-type semiconductor, majority carriers are electrons and minority carriers are holes. So ഇത്രയും കാര്യങ്ങളാണ് സെമി കണ്ടക്ടേഴ്സിനെ പറ്റി പറയാനുള്ളത്. എല്ലാവരും ക്ലിയർ ആണല്ലോ? ഇത്തരം സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാതരം ഇലക്ട്രോണിക് ഡിവൈസസും ഉണ്ടാക്കുന്നത്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഡിവൈസ് ഏതായിരിക്കും? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരു പിയും ഒരു എന്നും ചേർത്തിട്ടുണ്ടാക്കുന്ന PN junction diode. So PN junction diode is the simplest form of electronic device because it consists of only one PN junction. So any electronic device consists of a number of PN junctions. In the case of diode, there is only one PN junction, one P region and one N region are fused together to form a PN junction. A single PN junction will be formed in a diode. We have two PN junctions in transistor. Transistor lo rendu PN junction and several PN junction can be observed in SCRs. SCRs consists of several PN junctions. 3, 4, 5 PN junctions ഒക്കെ വരുന്ന തരം ഇലക്ട്രോണിക് ഡിവൈസസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ഫോമിലുള്ളതാണ് ഡയോഡ് എന്ന് പറയുന്നത്. ജനറലി ഡയോഡ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ സിംഗിൾ PN ജംഗ്ഷൻ വരുന്നതാണ്. സോ എക്സ്റ്റേണലി നമ്മൾ നോക്കുമ്പോൾ ഈ PN ജംഗ്ഷൻ ഒന്നും കാണില്ല. അതിന് പകരം നമുക്ക് രണ്ട് ലീഡാണല്ലോ. ഒരു LED അല്ലെങ്കിൽ ഇനി ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ടു ലീഡ്സ്. അതിൽ രണ്ട് ലീഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. P ടെർമിനലും വരുന്നുണ്ട്, N ടെർമിനൽ വരുന്നുണ്ട്. ദിസ് ഈസ് P ടെർമിനൽ, P ആൻഡ് ദിസ് ഈസ് N ടെർമിനൽ. P ആൻഡ് N ടെർമിനൽ അതിന്റെ ലെങ്ത്തിലൊക്കെ വ്യത്യാസമുണ്ടോ? LED ആണെങ്കിൽ രണ്ട് ഡിഫറെന്റ് ലെങ്ത് ആണ് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ അതിന്റെ ഏത് പോയിന്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ ഇത് കാണാൻ പറ്റും. അതിന്റെ കട്ടിങ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഫിഗറിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് സ്പോട്ട് കാണാൻ പറ്റും. ദിസ് ഈസ് കാൾഡ് എ ഫ്ലാറ്റ് സ്പോട്ട് ഹിയർ. ആൻഡ് ഫ്ലാറ്റ് സ്പോട്ടിന് അടുത്തുള്ളത് കാഥോഡ് ആയിരിക്കും. ഫ്ലാറ്റ് സ്പോട്ടിന് അടുത്ത് വരുന്ന ഇലക്ട്രോഡ് കാഥോഡ് ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് കാഥോഡ് ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ആനോഡിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. രണ്ട് ഡിഫറെന്റ് ലെങ്ത് ഉള്ള ഇലക്ട്രോഡ്സ് ആയിരിക്കും നമുക്ക് പുറത്തേക്ക് ഉണ്ടാവുക. കാഥോഡിനേക്കാളും ലെങ്ത് കൂടുതലായിരിക്കും ആനോഡിന്. ആ രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ ഇലക്ട്രോഡ്സ് ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പോട്ട് കാണാം. ഫ്ലാറ്റ് സ്പോട്ടിന് അടുത്ത് വരുന്നത് കാഥോഡാണ്. മറ്റൊന്ന് ലീഡിന്റെ ലെങ്ത് ആണ്. ആനോഡിന്റെ ലീഡ് ലെങ്ത് കൂടുതലാണ്. ആ രണ്ട് രീതിയിൽ നമുക്ക് ഇലക്ട്രോഡ് PN ജംഗ്ഷന്റെ ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ PN ജംഗ്ഷൻ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള, ഇവിടെ ബയാസിംഗ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് കാൾഡ് ബയാസിംഗ്. ഇവിടെ ഏത് തരം ബയാസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്? When P terminal is connected to positive terminal of the battery and N terminal is connected to negative terminal of the battery, such a biasing is called for, yes, Nadia,
This is called forward bias. Forward bias. Forward bias condition means P terminal is connected to P-type material is connected to positive terminal of the battery and N-type is connected to negative terminal. If we are connecting the diode in reverse direction, reverse polarity, then such a connection is called or biasing condition is called the reverse bias. Reverse bias. So we have two types of bias condition, forward bias and reverse bias. In forward bias condition, here we are applying positive voltage. Positive voltage. And here we have negative voltage, negative terminal. So charge free electrons in the N region are attracted towards or drifted towards P region. P region like drift ചെയ്യും P region holes N region like drift ചെയ്യും. Okay? അതിനു മുമ്പ് ഡ്രിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ബയാസിംഗ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇത് ഡ്രിഫ്റ്റിംഗ് ഉണ്ടാവുമോ? ബയാസിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡ്രിഫ്റ്റിംഗ് ഉണ്ടാവുമോ? If we are not applying any bias, drifting ഉണ്ടാവുമോ? ഇല്ല, അവിടെ ഡ്രിഫ്റ്റിംഗ് വരുന്നില്ല. കാരണം എന്താ? ഡ്രിഫ്റ്റിംഗ് ഉണ്ടാവണമെങ്കിൽ there should be a potential gradient, potential difference അല്ലെങ്കിൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ചാർജ് കാരിയേഴ്സ് ഡ്രിഫ്റ്റ് ചെയ്യുക. ഡ്രിഫ്റ്റ് ചെയ്യുന്ന വലിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ അതിന് ഫോഴ്സ് വേണം. അപ്പൊ ഫോഴ്സ് ആണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നത്. When no potential is applied, electrons will not drift or holes will not drift, but there will be diffusion. ഈ രണ്ടാമത്തെ ഒരു മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ is a movement of charged particle from higher concentration region to lower concentration region. We know that electrons are having higher concentration in N region than P region. So സ്വാഭാവികമായിട്ടും ഹയർ കോൺസെൻട്രേഷൻ വരുന്ന N റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് P റീജിയനിലേക്ക് കടക്കും, P റീജിയനിൽ നിന്ന് ഹോൾസ് N റീജിയനിലേക്ക് കടക്കും. ഇങ്ങനെ കടക്കുമ്പോൾ ഈ ഒരു റീജിയനിൽ, ഇത്രയും റീജിയനിൽ, ഇവിടെ PN ജംഗ്ഷന്റെ രണ്ട് സൈഡിലുമായിട്ട് വരുന്ന ആ റീജിയനിൽ എന്ത് സംഭവിക്കും? ഈ റീജിയനിൽ എന്ത് സംഭവിക്കും? Electrons crossing this junction will combine with holes in this region and immobile negative ions. Negative ions ഇവിടെ നമ്മുടെ ഏത് തരം ഡോപ്പന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? പി ടൈപ്പില് നമ്മൾ ഇമ്പ്യൂരിറ്റി യൂസ് ചെയ്തിട്ടുള്ളത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയില് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി is also called acceptor impurity. They can accept one electron. So this type of impurity atoms are also called acceptor impurity. So these are acceptor impurity ions. So acceptor ions, acceptor impurity ions. എന്തുകൊണ്ടാണ് ions ആയിട്ട് മാറുന്നത്? They accept electrons coming from N region and become negatively charged ions. Immobile ആയിട്ടുള്ള ions ആണ്. അതേപോലെ തന്നെ P regionിലേക്ക് വരികയാണെങ്കിലോ, in P region, holes will cross into P region and combine with the electrons in the P region, and in that region, ഈ റീജിയനിൽ എന്താണ് വരുന്നത്? ഈ റീജിയനിൽ N ടൈപ്പ് റീജിയനിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്മൊബൈൽ ചാർജസ് ആണ്. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്മൊബൈൽ ചാർജസ് ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡോണർ ആണ്. ഡോണർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഡോണർ ഇമ്പ്യൂരിറ്റി ആണ്. So these type of ions are called donor impurity ions. So there will be two types of impurity ions. Acceptor impurity ions, negatively charged ions in P side and positive ions in the N side. So there will be a potential. Positive will നിന്ന് നെഗറ്റീവിലേക്ക് ഒരു പൊട്ടൻഷ്യൽ വരും. And this potential, because of this uncovered charges, there will be a potential, and this potential is having positive voltage at the N region and negative voltage at the P region. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ?
ഓരോ അൺബയാസ്ഡ് ആയിട്ടുള്ള ഡയോഡിൽ സംഭവിക്കുന്നതാണിത്. എന്ത് സംഭവിക്കുന്നു? ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് occurs. That means electrons from n side are diffused to p side and combined with the holes in p side. Near the junction, there will be uncovered acceptor impurity ions. Acceptor impurity ions will be observed in the p region, and donor impurity, positive donor impurity ions will be observed in the n region, n type material near junction. So അവിടെ ഒരു പൊട്ടൻഷ്യൽ വരും, and this potential is called barrier potential. Why is it called barrier potential? ഇപ്പോ ഇലക്ട്രോൺസിന്റെ ഈ ഫർദർ ക്രോസിംഗ് ഒക്കെ ഇത് പ്രിവെന്റ് ചെയ്യും. നോക്കൂ, ഇവിടെ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രോണിന്റെ ഫർദർ ക്രോസിംഗ് അതുപോലെ ഹോളിന്റെ ഫർദർ ക്രോസിംഗിനെ പ്രിവെന്റ് ചെയ്യും. അതുകൊണ്ട് ദിസ് പൊട്ടൻഷ്യൽ ഈസ് കാൾഡ് ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേലിയാണ്. അപ്പൊ വേലി കെട്ടി തിരിച്ചതുപോലെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. ഏത്? ഈ ഒരു ബാരിയർ വന്നതോടുകൂടെ, ബാരിയർ പൊട്ടൻഷ്യൽ വരുന്നതോടുകൂടെ ഫർദർ ക്രോസിംഗ് ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി പ്രിവെന്റഡ് ഫ്രം എൻ സൈഡ് ആൻഡ് ക്രോസിംഗ് ഓഫ് ഹോൾസ് ഫ്രം പി സൈഡ് ആൾസോ പ്രിവെന്റഡ് ബൈ ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിലിക്കൺ അതുപോലെ ജെർമേനിയം ഈ രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടറിലും വരും. സിലിക്കണിന്റെ കേസിലാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വോൾട്ടേജ് വാല്യൂ 0.7 വോൾട്ടേജ് ആണ്. 0.7 വോൾട്ട് ആണ്. ഓർത്തിരിക്കുക, ഈ വാല്യൂ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സിലിക്കൺ ബാരിയർ പൊട്ടൻഷ്യൽ ഫോർ സിലിക്കൺ ഈസ് 0.7 വോൾട്ട്. ഫോർ ജെർമേനിയം ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ലോവർ വാല്യൂ 0.3 വോൾട്ട്. ജെർമേനിയത്തിന് 0.3 വോൾട്ട് ആണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുണ്ടല്ലോ, ബാരിയർ പൊട്ടൻഷ്യൽ ആണ് ഫർദർ ക്രോസിംഗ് ഓഫ് ചാർജ് കാരിയേഴ്സിനെ പ്രിവെന്റ് ചെയ്യുന്നത്. Right? Clear? So, clear ആണോ? Yes. Okay. Okay. Right. So നമുക്കിവിടെ എന്തുണ്ട്? അപ്പോ അൺകവേർഡ് ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഈ റീജിയനെ പറയുന്ന ഒരു പേരുണ്ട്. ഇവിടെ ചാർജ് കാരിയേഴ്സ് ഇല്ല. അൺകവേർഡ് ചാർജ് കാരിയേഴ്സ് charge carriers will be present, but they are immobile charge carriers, only ions. Ionic formulla charges ആണ്. Charge carriers ഇല്ല അവിടെ. Electrons അതുപോലെ ഹോൾസിന്റെ പ്രസൻസ് ഇല്ല. In this region there is no free charge carriers. So this region is called depletion region. Depletion means depleted. Electronsum അതുപോലെ ഹോൾസും depleted ആയിട്ടുള്ള region ആണ്. So this region is called a depletion region. So this region is called a depletion region. എന്തുകൊണ്ടാണ് depletion region എന്ന് പറയുന്നത്? Depletion. There is no charge carriers in this region. Free charge carriers are not present. Electrons and holes are not present. Only immobile ions will be present. Depletion region എന്ന് പറയുന്നത്. The depletion region is also called a space charge region, because we can see only space charge in this region. It is also called just PN junction. PN junction എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ് PN junction ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാരിയർ ഉണ്ട്. ജംഗ്ഷന്റെ രണ്ട് സൈഡിലും അൺകവേർഡ് ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് കാൾഡ് ഡിപ്ലീഷൻ റീജിയൻ ഓർ സ്പേസ് ചാർജ് റീജിയൻ. ആൻഡ് ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ പ്രിവെന്റ്സ് ഫർദർ ക്രോസിംഗ് ഓഫ് ചാർജ് കാരിയേഴ്സ്. These are values of potential barrier. So when we apply forward bias, forward bias will reduce the barrier potential. Forward bias will reduce the barrier potential so that depletion region width will be reduced. Barrier potential against ആയിട്ടാണ് നമ്മൾ forward bias apply ചെയ്യുന്നത്. So depletion region width reduces when applied bias, applied voltage, this is applied voltage, become equal to barrier potential. This depletion region vanishes. Depletion region vanishing when silicon case anengil when the supplied voltage equal to 0.7 volt,
its depletion region vanishes and a large current start flowing from P terminal to or positive terminal to negative terminal. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫോർവേഡ് ബയാസ് കണ്ടീഷൻ വരുമ്പോൾ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവ് പ്ലേറ്റ്. ഇവിടെ നമുക്ക് പോസിറ്റീവ് പ്ലേറ്റ് ഇവിടെയാണ്, ഈ റീജിയനിലാണ് പോസിറ്റീവ് പ്ലേറ്റ് വരുന്നത്. ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവ് പ്ലേറ്റ്സ് ആൻഡ് ഹോൾസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് നെഗറ്റീവ് പ്ലേറ്റ്. ഹോൾസ് നെഗറ്റീവ് പ്ലേറ്റിലാണ് അട്രാക്ട് ചെയ്യുന്നത്. സോ ഈ ഹോൾസ് വിൽ മൂവ് into n side and electrons will move into p side. So there will be a recombination of electrons and holes. And we know that energy level of electron, free electron, is in this level, in conduction level. This is called the conduction level. But the second diagram, electrons are in conduction energy level. This is a higher energy level. EC എന്നുള്ള conduction level ആണ്, and this is EV. നമുക്കറിയാം ഒരു കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനേക്കാളും ഹയർ എനർജി പ്രോസസ് ചെയ്യുന്നതാണ്. സോ കണ്ടക്ഷൻ ഇലക്ട്രോൺ പ്രോസസ്സസ് ഹയർ എനർജി ദാൻ വാലൻസ് ഇലക്ട്രോൺസ്. സോ ഹോൾസ് ആർ ഇൻ വാലൻസ് ബാൻഡ്, electrons are free electrons are in conduction band. So when an electron combines with the hole in the valence band, when a free electron combines with the hole in the valence band, energy equal to energy gap. EG എന്ന് പറയുന്ന എനർജി ഗ്യാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ലൂസ് ചെയ്തിട്ടാണ് ഒരു ഇലക്ട്രോൺ ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഒരു ഫ്രീ ഇലക്ട്രോൺ ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ EG എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് എനർജി എത്രയാണോ അത്രയും എനർജി പുറത്തു വിടും. അപ്പൊ ഈ പുറത്തു വിടുന്ന എനർജി EG എന്ന് പറയുന്ന എനർജി, EG is equal to energy gap. So this energy gap corresponds to difference between energy of conduction electron and valence hole. So if this energy EG equal to EG, amount of energy released when electron combines with the hole, equal to h nu. So amount of energy will be released in the form of photon ആയിട്ടാണ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടാണ് ഇത് പുറത്തു വരുന്നത്. ലൈറ്റിന്റെ ഫോമിൽ അല്ലെങ്കിൽ ഫോട്ടോണിന്റെ ഫോമിലാണ് ഈ എനർജി പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്ന എനർജി, ഫോട്ടോൺ എനർജി എന്ന് പറയുന്നത് h into f, h nu എന്നുള്ളതിന് പകരം h into f എന്നുള്ള ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് and f is the frequency. h is Planck's constant. ഇതിന്റെ വാല്യൂ എത്രയായിരുന്നു? Planck's constant വാല്യൂ ഇവിടെ എഴുതാം. So EG equal to energy gap is equated to h into f, where h is equal to Planck's constant 6.626, that is the correct value, into 10 raised to minus 34 joule second. That's the unit of Planck's constant. This is called Planck's constant. And f is the frequency of the light or photon frequency or frequency of light. And the EG, when EG is such a value that f, frequency of the electromagnetic wave or light lying in the visible frequency range, maybe in visible frequency range. അപ്പോൾ പല ഫ്രീക്വൻസി റേഞ്ചിൽ വരാം. ഈ ഫ്രീക്വൻസി റേഞ്ച് അല്ലെങ്കിൽ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എഴുതുന്നത് c/f ആണ്. C is velocity of light in vacuum, that is a constant value, 3 into 10 raised to 8 meter per second ആണ് velocity, and c/f will give lambda, wavelength of the light or photon. Wavelength lambda can be calculated by substituting f is equal to c by lambda, h into c by lambda. So lambda value, wavelength value equal to hc by eg. And for some semiconductor called direct band gap, eg for
direct band gap semiconductor, direct band gap semiconductor. Direct band gap semiconductor, EG value will be such that the lambda value corresponds to the visible range of frequency. അപ്പൊ നിങ്ങൾ ചോദിക്കുക എല്ലായ്പ്പോഴും ഈ ഡയോഡിൽ നിന്ന് ലൈറ്റ് വരുന്നില്ലല്ലോ, ഓർഡിനറി ഡയോഡിന്റെ കേസിൽ എന്തുകൊണ്ടാണ് ലൈറ്റ് പുറത്തു വരാത്തത്? ഇൻ ദാറ്റ് കേസ് ലാംഡ വാല്യൂ ഈസ് ഇൻ ദ മൈക്രോ ഇൻഫ്രാറെഡ് റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഹീറ്റ് ആയിട്ടൊക്കെ പുറത്തു വരുന്ന ഡയോഡാണ് ഓർഡിനറി ഡയോഡ്. അപ്പോൾ ഈ റീകോമ്പിനേഷൻ എല്ലാ കേസിലും നടക്കുന്നുണ്ട്, എല്ലാ കേസിലും എനർജി പുറത്തു വിടുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ ടൈപ്പിൽ എന്ത് സംഭവിക്കുന്നത്? ഈ പുറത്തു വിടുന്ന എനർജി എന്ന് പറയുന്നത് വിസിബിൾ റേഞ്ചിലുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേക കൺസ്ട്രക്ഷൻ വരുന്ന ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. സോ LED is a light diode which emit lights when electron recombines with the holes. Electron hole pair recombination ആകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? They will emit light in the form of different colors. അപ്പോൾ ഡിഫറെന്റ് കളേഴ്സിലാണ്. സോ LED യൂസ് ചെയ്യുന്നത് ഗാലിയം ആഴ്സനിക്, ഫോസ്ഫർ, നൈട്രജൻ, അലുമിനിയം, കാർബൺ, ഇൻഡിയം പോലുള്ള എലമെന്റ്സിന്റെ കോമ്പിനേഷനാണ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് ജെർമേനിയം, സിലിക്കൺ ഒക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ്. പക്ഷെ നമുക്ക് തേർഡ് ഗ്രൂപ്പും ഫിഫ്ത്ത് ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്യാം. ഗാലിയം ഈസ് ഇൻ തേർഡ് ഗ്രൂപ്പ്, ആഴ്സനിക് ഈസ് ഇൻ ഫിഫ്ത്ത് ഗ്രൂപ്പ്. If we combine gallium and arsenide, we'll get the gallium arsenide, GaAs. The gallium arsenide is having a wavelength of gallium arsenide ആണ് നമ്മൾ semiconductor material ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ it is a compound semiconductor. This is a compound semiconductor material, and in that case wavelength of the light emitted will be in the range 850 to 940 nanometer. Wavelength in this range is infrared. Infrared ആണ്. നമുക്ക് വിസിബിൾ ആണോ? ഇൻഫ്രാറെഡ് വിസിബിൾ ആണോ? വിസിബിൾ ലൈറ്റ് ആണോ? ഇൻഫ്രാറെഡ് ലൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ആണോ? ഗാലിയം ആഴ്സനൈഡ് യൂസ് ചെയ്യുമ്പോൾ നോ, ഇൻഫ്രാറെഡ് ഈസ് നോട്ട് വിസിബിൾ. പക്ഷെ ആപ്ലിക്കേഷൻ എന്താണ്? ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്ന LEDs എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇല്ല, എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഫ്രാറെഡ് LEDs യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. എവിടെയാണ് ആപ്ലിക്കേഷൻ? നമ്മുടെ വീടുകളിൽ തന്നെ റിമോട്ടിൽ, യെസ്, TV റിമോട്ട്, എല്ലാതരം റിമോട്ടിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് LEDs ആണ്. ഓക്കെ, സോ TV റിമോട്ട്സിൽ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് LEDs ആണ്. ഇൻഫ്രാറെഡ്. ഓക്കെ, എല്ലാവരും പറഞ്ഞു റിമോട്ട്, TV റിമോട്ട്, എനി അതർ റിമോട്ട്. സോ ഇൻഫ്രാറെഡ് റേഞ്ചിലാണ് ഗാലിയം ആഴ്സനൈഡ്. ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫറസ് എന്ന് പറയുന്ന മറ്റൊരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. സോ ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്, ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഏത് കളറാണ് നമുക്ക് കിട്ടുന്നത്? വിസിബിൾ റേഞ്ചിലുള്ള റെഡ് കളറാണ് കിട്ടുന്നത്. അതിന്റെ വേവ് ലെങ്ത് നോക്കൂ, 630 to 660 നാനോമീറ്റർ. അപ്പോൾ റെഡ് LED ആണ് നമുക്ക് കിട്ടുന്നത്. റെഡ് LED ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് റെഡ് LED ആണ്. സോ റെഡ് ആണ് ഇതിന്റെ കളർ. നിങ്ങൾക്ക് ആ ടേബിൾ നോക്കാം, റെഡ് LED ആണ്. ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് മറ്റൊരു കോമ്പോസിഷൻ. ഇത് നമ്മൾ പറഞ്ഞു റെഡ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ആംബർ കളർ. ഈ ആംബർ കളർ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന കളർ, ആംബറിന്റെ കളറാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ അത് തന്നെയാണ്, ആംബർ ആണ്. ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് ഇൻ എ ഡിഫറെന്റ് combination it will give amber color. And the last one is VF. VF is forward voltage. We should apply this much voltage for forward biasing. Forward bias apply ചെയ്യാനുള്ള വോൾട്ടേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1.2 വോൾട്ട് ആണ് മിനിമം വോൾട്ട് ഇൻഫ്രാറെഡ്. അതായത് നമുക്ക് 1-2 ബാറ്ററി കൊണ്ട് നമുക്ക് ഇൻഫ്രാറെഡ് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ റെഡ് LED ഇതൊക്കെ 1-2 ബാറ്ററി. അപ്പോൾ ഇവിടെ ഈ ഗ്രീൻ LED ഒക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് 2-ൽ കൂടുതൽ ബാറ്ററി വേണം. കാരണം 3.5 വോൾട്ട് ആണ് വരുന്നത്. ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് എന്ന് പറയുന്നത് ആംബർ കളറാണ്. ഗാലിയം
ആഴ്സനൈഡ് ഫോസ്ഫൈഡ് വിത്ത് നൈട്രജൻ. നൈട്രജനും കൂടെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. യെല്ലോ. വേവ് ലെങ്ത് റേഞ്ച് നോക്കുക, അതുപോലെ തന്നെ വോൾട്ടേജ്. അപ്പൊ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് അല്ല LED, ഏതൊക്കെ ഡിഫറെന്റ് മെറ്റീരിയൽ. ലാസ്റ്റത്തത് ഗാലിയം ഇൻഡിയം ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഇൻഡിയം ആണ്. ഗാലിയം ഇൻഡിയം നൈട്രൈറ്റ്. ഗാലിയം ഇൻഡിയം നൈട്രൈറ്റ് IN ആണ്. ഗാലിയം ഇൻഡിയം നൈട്രൈറ്റ്. സോ വൈറ്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന LED അതിന്റെ കോമ്പോസിഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ വിൽ പ്രൊഡ്യൂസ് ലൈറ്റ് ഇൻ ദ വിസിബിൾ ഓർ ഇൻഫ്രാറെഡ് ഓർ അൾട്രാവയലറ്റ് സ്പെക്ട്ര. ഡിഫറെന്റ് സ്പെക്ട്രത്തിലാണ് വരുന്നത്. അപ്പൊ ഇതാണ് LED-യുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഈ ഒരു തിയറിയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? വർക്കിംഗ് ഓഫ് LED. യെസ് പ്രവീണ. ഓക്കെ. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. സുജീന. ഓക്കെ സർ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 10⁻³ ആണോ 34 ആണോ? 34 ആണ്. ഞാൻ എഴുതിയത് മാറി. 34 ആണ്. സോറി, അത് കറക്റ്റ് ചെയ്യാം എല്ലാവരും. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 into 10⁻³ ജൂൾ സെക്കൻഡ്. കറക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ കറക്ഷൻ. നെക്സ്റ്റ് നമ്മളതിന്റെ ആപ്ലിക്കേഷൻ ആണ്. HB LED, ഹൈ ബ്രൈറ്റ് LED. ഹൈ ബ്രൈറ്റ് LEDസിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലുമിനേഷൻ, ഇപ്പൊ വീടുകളെല്ലാം യൂസ് ചെയ്യുന്ന, അതുപോലെ ഷോപ്പുകളിൽ മാളുകളിൽ യൂസ് ചെയ്യുന്ന LED ലൈറ്റിംഗ്. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് വരുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ ലൈറ്റിങ്ങിന് എന്ന് പറയുന്നത് തന്നെ വളരെ എന്താണ് പറയാ, ഒരു റവല്യൂഷൻ തന്നെയായിരുന്നു അല്ലെ. നമ്മൾ വളരെ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഇൻകാൻസൻ ലാമ്പിൽ നിന്ന് CFL-ലേക്ക് വന്നു. അതിനുശേഷം LED ലൈറ്റിലേക്ക് വന്നു. ഇത് ഗ്രാജുവലായിട്ട് നമുക്ക് എനർജി സേവിങ് കിട്ടി. അതുപോലെ തന്നെ എനർജി സേവിങ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇക്കോളജിക്കലായിട്ടുള്ള, അതായത് CFL ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നാച്ചറിന് ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള മെർക്കുറി പോലുള്ള എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബൾബൊക്കെ പൊട്ടിക്കുമ്പോഴൊക്കെ അത് നേച്ചറിന് ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ ലൈഫ്, ഈ LED ഇലുമിനേഷൻ ഒരുപാട് ലൈഫുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ലുമിനസ് ഇന്റൻസിറ്റി കമ്പാരറ്റീവ്ലി വളരെ ഹൈ ആണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ആണ് ഇലുമിനേഷനെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ നമുക്ക് സിഗ്നൽസിൽ എല്ലാവരും ഫെമിലിയർ ആണ്. LED ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിഗ്നൽസ്, പലതരം സിഗ്നൽസ്. ഇപ്പോൾ ഇവിടെ ട്രാഫിക് സിഗ്നൽസ് ആയാലും മറ്റു തരത്തിലുള്ള സിഗ്നൽസ് ആയാലും സൈൻ ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ ബോർഡുകൾ, പാർക്കിംഗ് ഏരിയാസിലുള്ള ബോർഡുകൾ, ഇതെല്ലാം തന്നെ ഇതിലെ സിഗ്നൽസ് എല്ലാം തന്നെ LED യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ഓട്ടോമൊബൈലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓട്ടോമൊബൈലിലുള്ള എല്ലാതരം ലൈറ്റിങ്ങും, അതുപോലെ ഇൻഡോർ, അതുപോലെ തന്നെ പുറത്തും അകത്തും വരുന്ന എല്ലാ ലൈറ്റിങ്ങും വരുന്നുണ്ട്. മൊബൈൽ ഫോൺ, TV, അതുപോലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലെല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ TV ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് LCD TV, LED TV എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ല, ഫെമിലിയർ ആണ്. ഇതിനകത്ത് ബാക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് LED ആണ്. LED യൂസ് ചെയ്യുമ്പോൾ തന്നെ LED TV. രണ്ടിന്റെയും ഡിസ്പ്ലേ ഒന്ന് തന്നെയാണ്. ഡിസ്പ്ലേ LCD തന്നെയാണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LCD സ്റ്റാൻഡ്സ് ഫോർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ലിക്വിഡ് crystal display, LCD. So LCD consists of two glass plates and a liquid crystal inside it. അപ്പോൾ രണ്ട് ഗ്ലാസ് പ്ലേറ്റിന് ഇടയ്ക്ക് ലിക്വിഡ് ക്രിസ്റ്റൽ കൊടുക്കുകയാണ്. അതിൻ്റെ ഇലക്ട്രിക് കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറിൽ ഡിഫറെന്റ് കളർ വരികയാണ്. ഡിഫറെന്റ് കളർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതിന്റെ
ഒപ്പേസിറ്റി മാറുകയാണ്. ചിലപ്പോൾ അത് കടത്തിവിടും, അതൊരു ഷട്ടർ പോലെ വർക്ക് ചെയ്യും. നമുക്കറിയാം, നമ്മൾ പിന്നെ LCD ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള LCD കാൽക്കുലേറ്ററിലൊക്കെ നമ്മൾ LCD ഉപയോഗിക്കുന്നുണ്ട്. ഈ കാൽക്കുലേറ്ററിൽ LCD ഉപയോഗിക്കുമ്പോൾ ലൈറ്റിനെ കടത്തിവിടാതിരിക്കുക, അങ്ങനെ 2 ഓപ്ഷനേ ഉള്ളൂ. അതിന് കടത്തിവിടുന്ന സമയത്ത് നമുക്ക് അത് കാണില്ല, ലെറ്റർ കാണുന്നത് അത് കടത്തിവിടുമ്പോഴാണ്. അപ്പോൾ ലൈറ്റ് കടത്തിവിടാത്തപ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം LCD ഡിസ്പ്ലേ എല്ലാം തന്നെ ഇലിമിനേറ്റ് ചെയ്യണം. ലൈറ്റ് സോഴ്സ് അതിന്റെ കൂടെ വരണം. അപ്പോൾ ആ ലൈറ്റ് സോഴ്സ് LED ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം സ്ക്രീനാണ് നമ്മൾ LED സ്ക്രീൻ എന്ന് പറയുന്നത്. പക്ഷേ LCD തന്നെയാണ്, LCDയിൽ തന്നെയാണ് LED വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബാക്ക് ലൈറ്റ് ഇതാണ് CFL യൂസ് ചെയ്തിട്ട്, അതായത് CCFL എന്ന് പറയുന്ന CFL യൂസ് ചെയ്യും. CCFL മീൻസ് കൂൾ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അതായത് കാത്തോഡ് വളരെ ഹോട്ടല്ല, കോൾഡ് കാത്തോഡ് ഫ്ലൂറസെന്റ് ലാമ്പ്, കോൾഡ് കാത്തോഡ് ഫ്ലൂറസെന്റ് ലാമ്പ് അതാണ് CCFL. If you are using CCFL as a backlight, ഇപ്പൊ ബാക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് CCFL ആണ് ബാക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് LCD TV, നമ്മളിപ്പോൾ LCD TV എന്ന് പറയും. ബാക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് LEDs ആണ്. ലൈറ്റിംഗ് അപ്പോൾ ചെയ്യുന്നത് LED വെച്ചിട്ടാണെങ്കിൽ അതിനെ നമ്മൾ LED TV എന്ന് പറയും. ബേസിക്കലി രണ്ടും LCD TV തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്തരം എല്ലാ സ്ക്രീനിനെയും നമ്മൾ ഇലിമിനേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ LED അല്ലെങ്കിൽ CCFL എന്ന് പറഞ്ഞിട്ടുള്ള കോൾഡ് കാഥോഡ് ഫ്ലൂറസെന്റ് ലാമ്പോ LEDയോ വെച്ചിട്ടായിരിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ LEDസും അതുപോലെ CCFL ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. മുമ്പാണ് CCFL, ഇപ്പം എല്ലാം തന്നെ LED വെച്ച് റീപ്ലേസ് ചെയ്ത് വന്നു. അപ്പോൾ എല്ലാ സ്ക്രീനുകളും ഇലിമിനേറ്റ് ചെയ്യുന്നത്, LCD സ്ക്രീൻ ആണെങ്കിൽ ഇലിമിനേറ്റ് ചെയ്യുന്നത് LEDs യൂസ് ചെയ്തിട്ടാണ്. അത്തരം ആപ്ലിക്കേഷൻസിലെല്ലാം നമ്മൾ LED യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലീസ്റ്റ് പവർ കൺസപ്ഷൻ LED ഓർ LCD. ഓക്കെ, ഇതിനകത്ത് LCD തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. LCD തന്നെയാണ് ഇതിൽ വരുന്നത്, LCD ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ ബാക്ക് ലൈറ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് LEDയോ CCFLോ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? പാനൽ എന്ന് പറയുന്നത് LCD തന്നെയാണ്. ദിസ് ഈസ് LCD. ഇതിന്റെ ബാക്കിലും സൈഡിലൊക്കെ വരുന്ന ലൈറ്റ് ഇല്ലേ, അത് ഒന്നെങ്കിൽ ഈ ലൈറ്റുകൾ ഇതിനെ ഇലിമിനേറ്റ് ചെയ്യുന്നത്, LCDയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ ലൈറ്റിനെ കടത്തിവിടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് LED ആണെങ്കിൽ LED യൂസ് ചെയ്യാം, അല്ലെങ്കിൽ CCFL യൂസ് ചെയ്യാം. CCFL യൂസ്, അപ്പൊ ഇത് എപ്പോഴും LCD തന്നെയാണ്. സ്ക്രീൻ ഈസ് ആൾവേസ് LCD ഫോർ ബോത്ത് LED ആൻഡ് CCFL. ഓൺലി ഡിഫറൻസ് ഈസ് ഇൻ ദ ബാക്ക് ലൈറ്റ്. ഇതാണ് നമ്മൾ ബാക്ക് ലൈറ്റ് ആയിട്ട് പറയുന്നത്. ബാക്ക് ലൈറ്റ് എലിമിനേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത് ബാക്ക് ലൈറ്റ് ആണ്. അപ്പൊ ഈ ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എഡ്ജും വരുന്നുണ്ട്, ഹോൾ ഏരിയയും ബാക്ക് ലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് ലൈറ്റിന് യൂസ് ചെയ്യുന്നത് LED ആണെങ്കിൽ അതിനെയാണ് നമ്മൾ LED സ്ക്രീൻ എന്ന് പറയുന്നത്. CCFL ആണെങ്കിൽ അതിനെ നമ്മൾ പഴയ LCD സ്ക്രീൻ എന്ന് പറയും. പക്ഷെ രണ്ടും LCD തന്നെയാണ്, അതാണ് ഡിഫറൻസ്. പക്ഷെ CCFL എന്നുള്ള സോഴ്സിനെക്കാളും എന്തുകൊണ്ടും എഫിഷ്യന്റ് ആണ് LED. CCFLിനെക്കാളും എന്തുകൊണ്ടും എഫിഷ്യന്റ് ആണ് LED, കാരണം അതിന്റെ പവർ കൺസംഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, സജീനൊക്കെ ക്ലിയർ ആയോ? രണ്ടും LCD സ്ക്രീൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ LED TV എന്ന് പറഞ്ഞ് വാങ്ങുമ്പോഴും LCD സ്ക്രീൻ തന്നെയാണ്. ബാക്ക് ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സോഴ്സ്, ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്, LEDയും CCFLും. പിന്നീട് നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു. അതർ ആപ്ലിക്കേഷൻസ്, ഇൻഡിക്കേറ്റേഴ്സ്, സ്മോൾ ഡിസ്പ്ലേ, അമ്യൂസ്മെന്റ് എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ അമ്യൂസ്മെന്റ്. നമുക്കറിയാം കുറെ അധികം ആപ്ലിക്കേഷൻസ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൊക്കെ നമുക്ക് ഈ തരം ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡിയോസിലൊക്കെ നമുക്ക് കളർ മാറുന്ന, ഡിസ്പ്ലേ മാറുന്ന രീതിയിലുള്ള അത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ സിഗ്നൽ, സൈൻസ് ആൻഡ് ഡിസ്പ്ലേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിഗ്നൽ പോലെ തന്നെ സൈൻസ് ആൻഡ് ഡിസ്പ്ലേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഒരു ടെലിവിഷൻ നിങ്ങൾക്ക് കാണാം, ഓട്ടോമോട്ടീവ്, എല്ലാ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്.
ഇതൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻസ്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. LCDയും LED-യും അതുപോലെ തന്നെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേറെ പല ആപ്ലിക്കേഷൻസും ഇത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മിസലേനിയസ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. നെക്സ്റ്റ് വരുന്നത് ഡൊമസ്റ്റിക് LED ബൾബ്, ഗാലിയം ഇൻഡിയം നൈട്രൈഡ്. ഡൊമസ്റ്റിക് ഇന്ത്യൻ ബൾബ് വൈറ്റ് ലൈറ്റ് അല്ലേ? യെസ്, ഗാലിയം ഇൻഡിയം നൈട്രൈഡ് ആണ് അതിലെ കോമ്പൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ലൈറ്റ് വരണമെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഒക്കെ പറ്റുന്നുണ്ടാവുമായിരിക്കും. ബേസിക്കലി ഗാലിയം ഇൻഡിയം നൈട്രൈഡ് ഈ 3 എലമെന്റ്സ് ഉണ്ടാവണം വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ വൈറ്റ് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് 3 വേണം. ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ നമുക്ക് ഗാലിയം ആർസനൈഡ്, ഫോസ്ഫൈഡ് പോലുള്ള ഡിഫറെന്റ് ഇൻഡിക്കേറ്റർ, അതുപോലെ പച്ച LED, മഞ്ഞ LED അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെന്റ് കളേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ രീതിയിൽ ചോദിച്ചത് കറക്റ്റ് ആണ്. ഗാലിയം ഇൻഡിയം നൈട്രൈഡ് ആണ് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമ്പാരിസൺ ഓഫ് LED ലൈറ്റിംഗ് ആൻഡ് CFL ലൈറ്റിംഗ്. LED പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തു. വാട്ട് അബൌട്ട് CFL? LED വരുന്നതിന് തൊട്ട് മുമ്പേ ഇപ്പോഴും നമ്മൾ സ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റിംഗ് ഡിവൈസ് ആണ് CFL. CFL stands for Compact Fluorescent Lamp. CFL is Compact Fluorescent lamp. So compact fluorescent lamp, ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, CFL നമുക്കൊരു പാർട്ടായിട്ട് കാണാൻ പറ്റുന്നത് അതിന്റെ ബേസ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പാർട്ടാണ്. പിന്നീട് ഒരു ബെല്ലാസ്റ്റ്, ഇത് കവേർഡ് ആയിരിക്കും. ഇതിനകത്ത് ഇലക്ട്രോണിക് ആയിട്ടുള്ള കോമ്പണൻസ് ആണ് വരുന്നത്. ബെല്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ പാർട്ടാണ്. സോ ബെല്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ അയോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ ഹൈ വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ ഈ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബെല്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടാണ് ഇലക്ട്രോണിക് പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒരു റെക്ടിഫയർ ഉണ്ടാവും, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാവും. അതിനുശേഷം അതിനെ ഹൈ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കോയിലെല്ലാം ഉണ്ടാവും. അപ്പോൾ ബെല്ലാസ്റ്റിനകത്ത് അത്തരം ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഇതിന്റെ ഈ ഗ്ലാസ് ബൾബിനകത്ത് വരുന്ന പോർഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോഡ്സിലേക്കാണ്. ഈ ബൾബിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് മെർക്കുറി വേപ്പർ, ലോ പ്രഷർ മെർക്കുറി വേപ്പർ പ്ലസ് ആർഗൺ ഗ്യാസ്. ആർഗൺ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഇനർട്ട് ഗ്യാസ് ആണ്. നോബൽ ഗ്യാസിൽ വരുന്ന ഇനർട്ട് ഗ്യാസ് ആണ്. കാര്യമായിട്ട് റിയാക്ഷൻ ഒന്നും ഉണ്ടാക്കാത്ത ആർഗൺ ഗ്യാസ് അലോങ് വിത്ത് ലോ പ്രഷർ മെർക്കുറി വേപ്പർ. മെർക്കുറിയുടെ ആ ഒരു ഫോമിൽ, വേപ്പറൈസ്ഡ് ഫോമിലുള്ള മെർക്കുറി ഉണ്ട്. അപ്പൊ ഇതിലൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ സംഭവിക്കും, മെർക്കുറി വേപ്പർ വിൽ absorb this electron. Energy will be absorbed by mercury vapor and it will produce ultraviolet light. So mercury vapor will produce ultraviolet, or they will emit. Mercury vapor will emit ultraviolet, UV radiation. Okay, so UV radiation will be emitted. Emitted by mercury vapor. So mercury vapor emit ചെയ്യുന്ന UV radiation ഈ ഫോസ്ഫറസ് കോട്ടിങ്ങിലാണ്. അപ്പൊ ഇതിന്റെ ഈ ബൾബിന്റെ അകത്ത് നമുക്കറിയാം ഒരു വൈറ്റ് കോട്ടിംഗ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ഫോസ്ഫറസ് കോട്ടിംഗ്. ഫോസ്ഫറസ് ആണ്. സോ ഫോസ്ഫറസ് കോട്ടിംഗ് ഫോസ്ഫറസ് കോട്ടിംഗ് ഉണ്ട്, കാണാൻ പറ്റും. കോട്ടിംഗ്, and this coating is a fluorescent coating. This is a fluorescent.
ഫ്ലോറസെന്റ് മെറ്റീരിയൽ ആണ്. എന്താണ് ഈ ഫ്ലോറസെന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? The fluorescent material means they absorb this UV radiation. UV radiation high energy വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റിനേക്കാളും ഹയർ ഫ്രീക്വൻസി വരുന്നതാണ് UV, അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അൾട്രാ വയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയും വിസിബിൾ റേഞ്ചിലുള്ള ലൈറ്റ് പുറത്തുവിടുകയും ചെയ്യും. So visible light will be emitted by the phosphorus coating. It's the fluorescent material. Fluorescent material എന്ന് പറയുമ്പോൾ അത് ലൈറ്റ് പുറത്തുവിടുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ ഫോസ്ഫറസ് കോട്ടിംഗ് ഇസ് എ ഫ്ലോറസെന്റ് മെറ്റീരിയൽ ദാറ്റ് അബ്സോർബ്സ് UV radiation and emits visible light. So visible light will be emitted by fluorescent coating. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ 3 പാർട്ടായിട്ട് വരാം. ഒന്ന് ഇതിന്റെ ബേസിൽ നിന്ന് ബല്ലാസ്റ്റിലേക്ക് പവർ സപ്ലൈ വരുന്നു. ബല്ലാസ്റ്റ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിലേക്ക് ഹൈ വോൾട്ടേജ് കൊടുക്കുന്നു, അവിടെ നിന്ന് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് മെർക്കുറി വേപ്പർ അബ്സോർബ് ചെയ്യുകയും അതിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് മെർക്കുറി വേപ്പർ വിൽ എമിറ്റ് UV radiation, ultraviolet radiation. Ultraviolet radiation will be absorbed by phosphorus coating and they will emit visible light. Visible light, white light നമുക്ക് കിട്ടുന്നതാണ്. ഇതിനൊക്കെ എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 30 millisecond to few minutes ടൈം എടുക്കും. ഓക്കെ, 30 millisecond or half അത്രയും ടൈം എടുക്കും. കുറച്ച് ടൈം എടുക്കും ഇത് ഈ രീതിയിൽ ഹീറ്റ് ചെയ്യണം. ഇലക്ട്രോൺസ് ഹീറ്റപ്പ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് പുറത്തു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബലാസ്റ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് പുറത്തു വിടണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പറേഷൻ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കമ്പാരിസൺ നമുക്ക് നോക്കാം. കമ്പാരിസൺ ഓഫ് LED lighting and CFL lighting. LED and CFL lighting comparison. So on-off cycling എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ നമ്മൾ ഓണും ഓഫും ആക്കുകയാണെങ്കിൽ LED ലൈറ്റിന് അതിന്റെ ലൈഫിൽ യാതൊരു ഇഫക്റ്റും ഇല്ല. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഓൺ ഓഫ് ആക്കിയാലും അതിന്റെ ലൈഫ് സൈക്കിൾ ഷോർട്ടൻ ചെയ്യുന്നില്ല. ബട്ട് ഇൻ CFL it shortens lifespan. First point. Second point, turn on instantly. LED turned on instantly. CFL is having a slight delay. നമ്മൾ പറഞ്ഞു കുറച്ച് ഡിലേ വരുന്നുണ്ട്. ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് LED is having more duration, അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി is more. CFL is more fragile. Fragile means അത് പെട്ടെന്ന് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും തട്ടിയാണെങ്കിലോ ഒക്കെ വേഗം ചീത്തയാവും. അതുകൊണ്ട് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് കമ്പയറിംഗ് വിത്ത് LED, it is fragile. Heat emitted is low for LED. LED വളരെ ലോ ആണ്. CFLന്റെ കേസിൽ അത് മീഡിയം ആണ്. അപ്പോൾ നമുക്കൊരു CFL എന്ന് പറയുന്നത് ഒരു 12 വാട്ട് CFL അല്ലെങ്കിൽ 20 വാട്ട് CFLന്റെ പകുതി വാട്ടേജിൽ തന്നെ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ വാട്ടേജിൽ നമുക്ക് LED യൂസ് ചെയ്യാം. അതിന് രണ്ടിനും ഒരേ ബ്രൈറ്റ്നസ് തരുന്നത് തന്നെ LED കൂടുതൽ എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാം. So heat emitted is low in the case of LED and it is medium in the case of CFL. It is 12 British units per hour and 30 British BTU എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് മറ്റൊരു യൂണിറ്റ് ആണ്, കാലറി ഒന്നുമല്ല. അതൊരു പ്രത്യേക യൂണിറ്റ്, നമുക്കത് ജൂൾസിൽ പറയാം. ഓക്കെ, എനിവേ കമ്പാരിസൺ നമ്മൾ നടത്തുമ്പോൾ ലോ വാല്യൂ ആണ് LED ഹീറ്റ് എമിറ്റഡ് വരുന്നത്. സെൻസിറ്റിവിറ്റി ടു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണോ? LED is not sensitive to temperature, but CFL is sensitive to temperature because it is having electronic components. അപ്പോൾ ഇലക്ട്രോണിക് കോമ്പണൻസ് വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഹ്യൂമിഡിറ്റി അതുപോലെ ടെമ്പറേച്ചർ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സെൻസിറ്റിവിറ്റി ടു ഹ്യൂമിഡിറ്റി നോ, ദർ ഇസ് നോ ഇഫക്റ്റ് ഓൺ LED. ഹ്യൂമിഡിറ്റി ഇഫക്റ്റ് ചെയ്യുന്നില്ല. CFLന്റെ കേസിലാണെങ്കിൽ അതും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹസാർഡസ് മെറ്റീരിയൽ നോ.
but CFL is having 5 mg mercury. 5 mg mercury ഉണ്ട്. അപ്പോൾ മെർക്കുറി വളരെ ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഹസാർഡസ് മെറ്റീരിയൽ വരുന്ന ടൈപ്പാണ് CFL എന്ന് പറയുന്നത്. റീപ്ലേസ്മെന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലെസ് ആണ്, കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. അതിന്റെ 5 times ഫ്രീക്വന്റ് ആണ് CFL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 5 CFL വാങ്ങി ഉപയോഗിക്കുന്ന സമയം ഒരൊറ്റ LED ബൾബ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലെസ് ആണ് ഫോർ LED, ആൻഡ് CFL is having higher value for replacement frequency. സോ ഇതെല്ലാമാണ്. അടുത്തത് റീസൈക്ലബിലിറ്റി ഓഫ് മെറ്റീരിയൽ. UV rays emission harmful. Yes, UV rays emission harmful ആണ്, ബട്ട് അത് CFL-ലാണ് നടക്കുന്നത്. അപ്പൊ CFL അത് നടക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് അത് കാണുന്നില്ല, അത് ഉള്ളിൽ തന്നെ ആണ് UV rays പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബൾബിന്റെ അകത്ത് തന്നെയാണ്. പക്ഷെ ബൾബിൽ നിന്ന് പുറത്ത് വരുന്നത് വൈറ്റ് ലൈറ്റ് ആയിട്ടാണ്. ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോസ്ഫറസ് എന്ന് പറയുന്ന ഫ്ലോറസൻ മെറ്റീരിയൽ ഈ UV റേസിനെ അബ്സോർബ് ചെയ്യും, അത് വൈറ്റ് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പുറത്തേക്ക് UV റേസ് വരുന്നില്ല, അൾട്രാ വൈറ്റ് റേസ് വരുന്നില്ല. മാത്രമല്ല ഇത് ഹാംഫുൾ ആവണമെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇന്റൻസിറ്റി വരണം. ഓക്കെ, നമ്മളിപ്പോ എക്സ്റേ ഹാംഫുൾ ആണെന്ന് പറയാം, കാരണം ഹൈ ഇന്റൻസിറ്റിയാണ്. പക്ഷെ അത്രയും ഇന്റൻസിറ്റി വരുന്നില്ലെങ്കിൽ ഹാംഫുൾ ഒന്നും അല്ല, കാരണം ലൈറ്റ് നമ്മുടെ സോളാർ റേഡിയേഷൻ തന്നെ UV റേസ് നമ്മൾ ഇഷ്ടം പോലെ കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലൊന്നും നമ്മൾ ഹാംഫുൾ ആയിട്ട് ബാധിക്കില്ല, വളരെ കൂടിയ അളവിൽ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചായിരിക്കും അതിന്റെ ഇഫക്റ്റ് വരിക. സോ ഇതൊക്കെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. എല്ലാവരും ഇതിന്റെ പോയിന്റ്സ് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക. ഇതിൽ 2-3 പോയിന്റ്സ് ഇതാണ്. ലൈഫ് ടൈമിനെ പറ്റി പറഞ്ഞത്, ഡ്യൂറേഷനെ പറ്റി പറഞ്ഞത്, അതുപോലെ തന്നെ മറ്റൊന്ന് ഹീറ്റ്, സെൻസിറ്റിവിറ്റി ടു ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, എല്ലാ പോയിന്റും നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഇപ്പൊ ഡയോഡിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയോഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് റെക്ടിഫയർ. ഇതൊരു ഹാഫ് വേവ് അല്ല, ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ടാണ്. ഫുൾ വേവ് റെക്ടിഫയർ. സോ റെക്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് AC into DC. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? കൺവേർഷൻ ഓഫ് AC into DC. So rectifier convert AC into DC. There are several configurations for rectifiers: half wave rectifier, full wave rectifier, and bridge rectifier. Here we are going to discuss full wave rectifier, full wave bridge rectifier. Full wave bridge rectifier ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ we does not need a center tapped transformer. Center tapped transformer is not required in the case of bridge rectifier. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ AC ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ടെർമിനലാണ്. ദിസ് ഈസ് പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമർ ആണ്. ദ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഹൈ വോൾട്ടേജ് 230 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ട് ആണെങ്കിൽ അതിനെ നമ്മൾ 12 വോൾട്ടിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമർ കൺവേർട്ട് ഇറ്റ് ഇൻടു ലോ വോൾട്ടേജ് 230 വോൾട്ട് 50 Hz supply is converted into 12 volt AC. So 12 volt AC സപ്ലൈയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. 12 എന്ന് ഞാൻ എഴുതിയതാണ്, അത് 6 വോൾട്ട് വരാം, 9 വോൾട്ട് വരാം, ഡിപ്പെൻഡിങ് ഓൺ ദ ട്രാൻസ്ഫോമർ. It will convert into low voltage AC. So transformer is used to convert high voltage AC into low volt AC. So here we have 4 diodes. T1, 4 diodes ഇവിടെ D1 ഉണ്ട്, then D2, D3, D4. So ഇവിടെ forward bias condition during positive half cycle. നമുക്ക് നോക്കാം, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് വരുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ദിസ് ടെർമിനൽ ഈസ് മോർ പോസിറ്റീവ് ദാൻ ദിസ് ടെർമിനൽ. In that condition, 2 diodes
will be forward biased. ഏതൊക്കെ ഡയോഡ് ആയിരിക്കും ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ വരുന്നത്? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. നമുക്ക് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കാം. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 230 വോൾട്ട് ആണ്. ഇവിടെ നമുക്ക് എ സിയുടെ വേവ് ഫോം നമുക്ക് നോക്കാം. ഈ രീതിയിലാണ് എ സിയുടെ വേവ് ഫോം വരുന്നത്. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളുമാണ്. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ this terminal is more positive than this terminal. So this is more positive than this terminal, and here we have a voltage V. So diode D1 and this is diode D3. These two diodes D1 and D3 നമുക്ക് പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് P ആണെങ്കിൽ അത് ഫോർവേഡ് ബയാസ് ആണ്. D1 and D3 will be in forward bias, yes, forward bias condition, and D2 and D4 will be reverse bias. These two diodes will be reverse bias condition. Okay, reverse bias condition. Their negative terminal is connected to P side or positive side of the battery. Their negative terminal, N terminal, is connected to positive polarity terminal of the source. So for D2 and D4, these two diodes are reverse biased. D1 and D3, these two diodes are forward biased. D3 ഉം D1 ആണ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഡയോഡ് കണ്ടക്ട് ചെയ്യും. So D1 and D3 will conduct in this condition. സർ അത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അത് പറയാം. Okay, ഇവിടെ during positive half cycle, this terminal, say let us take this as A and this as B. Terminal A will be more positive than terminal B. So this terminal will be negative with respect to this terminal. Here this terminal is negative with respect to this terminal. Okay, so this diode positive terminal is connected to P, and here diode negative terminal is connected to negative terminal. That means this diode D3 will conduct and D1 will also conduct. Is it clear? Yes, sir. Yes. Okay. So D1 and D3 will conduct it. So there, both D1 and D3 will be forward biased and current flow in this direction. About current flow in the direction ഞാൻ കാണിക്കാം. എപ്പോഴും കറണ്ടിന്റെ ഫ്ലോ പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ് വരിക. ഇവിടെ നിന്ന് കറണ്ട് വരുന്നു. ഈ കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലെ കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ് ഏതാണ്? D1 അല്ലേ? കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ് D1 ആണ്. D1ലൂടെ പാസ് ചെയ്യും. യെസ്, D1ലൂടെ പാസ് ചെയ്തിട്ട് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ D2 കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഈസ് ലോഡ് റെസിസ്റ്റൻസ് RL. സോ കറണ്ട് ഫ്ലോ വിൽ ബി ലൈക്ക് ദിസ് ത്രൂ ലോഡ് റെസിസ്റ്റൻസ്. കാരണം ഇവിടെ ഇത് ഓഫ് കണ്ടീഷൻ ആണ്. ദിസ് ഈസ് ഓഫ് കണ്ടീഷൻ. D2 ഈസ് ഇൻ ഓഫ് കണ്ടീഷൻ. D4 ഈസ് ഓൾസോ ഇൻ ഓഫ് കണ്ടീഷൻ. നമ്മൾ റിവേഴ്സ് ബയാസ്ഡ് ഡയോഡ് ഓഫ് കണ്ടീഷൻ ആണ് പറയും, കാരണം അത് കണ്ടക്ട് ചെയ്യുന്നില്ല. സോ കറണ്ട് ഫ്ലോ വിൽ ബി ലൈക്ക് ദിസ്. ഇനി ഇവിടെ എത്തുമ്പോൾ ഈ നോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് ഏതാണ്? D4 ഓഫ് കണ്ടീഷൻ ആണ്. D3 ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആണ്. So current flow will be through D3. Yes, D3. So D3ലൂടെ വരുന്നു. കറണ്ട് ഈ രീതിയിൽ P എന്നുള്ള ടെർമിനലിലേക്ക് തിരിച്ചെത്തുന്നു. സോ കറണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പോകുന്ന പാത്ത് നോക്കൂ. D1ലൂടെ പാസ് ചെയ്ത് അതിനുശേഷം ലോഡ് ടെർമിനലിലൂടെ പാസ് ചെയ്ത് അതിനുശേഷം അത് D3 എന്നുള്ള ഡയോഡിലൂടെ പാസ് ചെയ്ത് അവസാനം ബിയിലേക്ക് എത്തുന്നു. അപ്പൊ ഇതൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ മാത്രമേ current flow നടക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? So in this case, voltage across resistance VL ന്റെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? VL is equal to this current IL flowing through the load IL into RL. Okay, so this current will be positive because current is flowing from higher terminal to lower terminal. VL ന്റെ polarity നോക്കൂ. VL ന്റെ പൊളാരിറ്റി കറണ്ട് ഫ്ലോ വരുമ്പോൾ ഹയർ പൊളാരിറ്റി ടു ലോവർ പൊളാരിറ്റി ആണ്. അപ്പോൾ കറണ്ട് ഫ്ലോ എപ്പോഴും
higher polarity to lower polarity ആയതുകൊണ്ട് തന്നെ VL will be a positive voltage. So VL will be a positive voltage greater than 0. We got positive voltage during positive half cycle. So ഇത് ക്ലിയർ ആണോ? കറണ്ട് ഫ്ലോയുടെ പാത്തും അതുകൊണ്ടുണ്ടാവുന്ന വോൾട്ടേജും ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ് ഓക്കെ, എല്ലാവർക്കും അത് മനസ്സിലായി. ഇനി നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. During negative half cycle, during negative half cycle, so this is negative half cycle. In this negative half cycle, terminal A will be negative with respect to terminal B. നേരെ തിരിച്ചോ, polarity reverse ആവുന്നു. Terminal A will be negative and terminal B will be positive. Terminal A is negative and terminal B is positive. Now, diodes that are forward biased will be diodes that are connected to forward biased condition. Forward biased condition, ഏതൊക്കെ ഡയോഡ് ആയിരിക്കും forward biased condition നോക്കൂ. polarity ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. This is D1. D1 in the condition, D2 and D4. That's correct area. D1 and D3, this will be off condition. D2 and yes, എല്ലാവരും കറക്റ്റ് ആണ്. D2 and D4 നോക്കൂ, D4 നെഗറ്റീവ് ടെർമിനലിലേക്ക് നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. D2 പോസിറ്റീവ് ടെർമിനലിലേക്ക് പോസിറ്റീവ് ടെർമിനലാണ്. അതുകൊണ്ട് തന്നെ D2ഉം D4ഉം ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനാണ്. സോ കറണ്ട് ഫ്ലോ ഇൻ ദിസ് കേസ്, കറണ്ട് ഫ്ലോ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആ ലോഡ് റെസിസ്റ്റൻസ് കാണിക്കാം, RL. ഇവിടെ നമുക്ക് കറണ്ട് ഫ്ലോ അഗെയിൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. കറണ്ട് ഫ്ലോ വിൽ ബി ഫ്രം ടെർമിനൽ ബി. ടെർമിനൽ ബി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കറണ്ട് ഫ്ലോ ഈസ് ഫ്രം ടെർമിനൽ ബി ത്രൂ ഡയോഡ് D2. ദെൻ റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്ന ശേഷം ഈ ഒരു പാത്തിലൂടെ എയിലേക്ക് എത്തുന്നു. ഓക്കെ, സോ കറണ്ട് ഫ്ലോ ത്രൂ ലോഡ് റെസിസ്റ്റൻസ് again from positive terminal to negative terminal. So this current IL will cause a voltage drop. Again VL will be VL equal to VL formula IL into RL, and in this case also VL is greater than 0. Current is flowing from higher potential to lower potential terminal, so VL is positive. In both condition VL is positive. During positive half cycle and negative half cycle of input signal or input waveform, output will always be positive voltage. Output positive. അപ്പോൾ ഇവിടെ AC ആണെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്നത് DC ആണ്. എപ്പോഴും ഡയറക്റ്റ് കറണ്ട് ആണ്. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നില്ല. AC-യിൽ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നുണ്ട്, പക്ഷെ DC-യിൽ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. സോ പക്ഷെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന DC എക്സാക്ട് DC ഒന്നും അല്ല. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ആയിട്ട് മാറി. യൂണി ഡയറക്ഷണൽ DC ഈസ് കാൾഡ് പൾസേറ്റിംഗ് DC. സോ പൾസേറ്റിംഗ് DC വിൽ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ rectifier. So the waveform at the output will be like this. During positive half cycle, we have a positive voltage. During negative cycle, again we have positive voltage. So this AC will be converted into a pulsating DC. Pulsating DC ആയിട്ട് മാറി. ഈ pulsating DC എന്ന് പറയുന്നതിനകത്ത് ripples ഉണ്ടാവും. Ripples will be produced. Along with the DC component, there will be ripples. Ripples നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ we'll get a constant DC voltage. Okay? So input voltage ഉം output waveform നിങ്ങൾ വരച്ചെടുക്കുക. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ റിപ്പിൾസ് കാണാൻ പറ്റും. പൾസേറ്റിംഗ് ആയിട്ടുള്ള DC ആണ്. ഓക്കെ, പൾസേറ്റിംഗ് DC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പൾസേറ്റിംഗ് DCയിൽ നിന്ന് കറക്റ്റ് DC കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന പൾസേറ്റിംഗ് DCയിൽ നിന്ന് DC എക്സാക്ട് DC കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പൾസേറ്റിംഗ് ആയിട്ടുള്ള കോമ്പോണൻസിനെ റിമൂവ് ചെയ്യണം. ടൈം വേരിയിങ് ആയിട്ടുള്ള ഈ ഫ്ലക്ച്വേഷൻസിനെ റിമൂവ് ചെയ്യണം. ഫ്ലക്ച്വേഷൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫിൽറ്റർ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിംഗ് AC component or ripple components from the
output of full wave rectifier. So നമുക്ക് ഇവിടെ ഒരു സർക്യൂട്ട് കാണാം. സോ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ഈ വേവ് ഫോം എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണോ? വേവ് ഫോം എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, യെസ്, വേവ് ഫോം എല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി നമ്മൾ ഇതിന്റെ വേവ് ഫോമിൽ നിന്ന് നമുക്ക് ഇതിന്റെ റിപ്പിൾസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഇതിനെ ഫിൽട്ടർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് എലമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ സി എന്നുള്ള ഈ കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. നോക്കൂ, കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. കപ്പാസിറ്റർ ഈസ് എ സ്റ്റോറേജ് ഡിവൈസ്. The capacitor is used to store charge, electric charge. അപ്പോൾ കപ്പാസിറ്ററിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വേരി ചെയ്യാൻ, അത് ഡിസ്ചാർജ് ചെയ്യാൻ, ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഉണ്ട്. ചാർജിങ് എന്ന് പറയുന്നത് ഈ ഒരു പാത്തിലൂടെയാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. ഡിസ്ചാർജിങ് നടക്കുന്നത് ഈ ലോഡ് വഴിയാണ് ഡിസ്ചാർജിങ് നടക്കുന്നത്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് കുറയും, ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഈ വേവ് ഫോം നമുക്ക് നോക്കാം. കപ്പാസിറ്റർ ഇനീഷ്യലി ഈ ഒരു വാല്യൂലാണുള്ളത് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ്. ഇനി നമ്മളിവിടെ ഈ ഒരു വേവ് ഫോം വരുമ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത്രയും പോർഷനിൽ ഇത് ചാർജ് ചെയ്യും, ഇത്രയും പോർഷനിൽ ഇത് ചാർജ് ചെയ്യും. സോ കപ്പാസിറ്റർ ചാർജസ് നൗ. അതിനുശേഷം കപ്പാസിറ്റർ ഇത്രയും പോർഷനിൽ, അതായത് ഇവിടെ നമ്മൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ലോ വാല്യൂലേക്ക് പോകുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ കപ്പാസിറ്ററിന് ഡിസ്ചാർജ് ചെയ്യാനുള്ള പാത്ത് എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് വഴിയാണ്, RL. ആൻഡ് ടൈം കോൺസ്റ്റന്റ് ഫോർ എ കപ്പാസിറ്റർ ഈസ് RC value, R into C, RL into C. And usually this time constant value is much larger than time period of AC. AC-യുടെ ടൈം പീരീഡിനേക്കാളും വളരെ ലാർജർ വാല്യൂ ആണ്. നോക്കൂ, കൂടുതൽ ടൈം എടുക്കുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാനെങ്കിൽ വളരെ കുറഞ്ഞ വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ അത് റിപ്പിൾസ് ഒരുപാട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ യൂസിങ് എ വെരി ലാർജ് റെസിസ്റ്റൻസ്, then ripples can be completely eliminated. ലാർജ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ആൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള DC വോൾട്ടേജ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് RC സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ്, ടൈം ഫോർ ഡിസ്ചാർജ് ആണ് RC into L, and which is taken as 1 much greater than 1 by F, where F is the frequency of supply, AC voltage, frequency of AC voltage. Okay, frequency of AC voltage. അപ്പോൾ ഇത്തരത്തിലാണ് ഫുൾ വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വേവ് ഫോം എന്ന് പറയുന്നത് റിപ്പിൾസ് വരുന്ന വേവ് ഫോം ആണ്. അതിനെ നമ്മൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ, ഇവിടെ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൽറ്റർ ഈസ് യൂസ്ഡ് ടു റിമൂവ് ദിസ് റിപ്പിൾസ്. And finally, we require a regulator. പവർ സപ്ലൈ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് DC വാല്യൂ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെറിയ ഫ്ലക്ച്വേഷൻസ് കാണാൻ പറ്റും. വോൾട്ടേജിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് കാണാം. ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിൽ തന്നെ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഈ ഫ്ലക്ച്വേഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ IC ഉപയോഗിക്കുന്നത്. റെഗുലേറ്റർ IC എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഇലക്ട്രോണിക്സ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്, IC ആണ്. So this is an IC. LM7805 എന്ന് പറയുമ്പോൾ 5 വോൾട്ട് പവർ സപ്ലൈ യൂസ് ചെയ്യാനുള്ള IC ആണ്. LM06 ആണെങ്കിൽ അല്ലെങ്കിൽ 09, LM7812 എന്നൊക്കെ പറഞ്ഞ് പല നമ്പറുണ്ട്. ലാസ്റ്റ് വരുന്ന 2 ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, സോ ഇവിടെ LM7805 ഈസ് എ 5 വോൾട്ട് പവർ സപ്ലൈ റെഗുലേറ്റർ. Okay, so at the output of filter we will use this regulator. ഈ റെഗുലേറ്ററിന് മൂന്ന് ടെർമിനലേ വരുന്നുള്ളൂ. ഒന്ന് ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്, മറ്റൊന്ന് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്, തേർഡ് ടെർമിനൽ ഔട്ട്പുട്ട് ആണ്. ഇതിന്റെ ഇടയ്ക്ക് 2 കപ്പാസിറ്റർ യൂസ് ചെയ്യും. 1നും 2നും ഇടയ്ക്ക് ഒരു കപ്പാസിറ്ററും അതുപോലെ തന്നെ 3ക്കും 2നും ഇടയ്ക്ക് മറ്റൊരു കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെയാണ് ആ റെഗുലേറ്റർ IC ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് സർക്യൂട്ട്. 5 വോൾട്ട് പവർ സപ്ലൈയുടെ കംപ്ലീറ്റ് സർക്യൂട്ട് ഇതാണ്.
നമുക്ക് ആദ്യം തന്നെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അത് ഒരു 9 വോൾട്ട് ട്രാൻസ്ഫോമർ. 5 വോൾട്ട് ആണെങ്കിൽ നമ്മൾ 5 വോൾട്ടിലും കൂടുതൽ വരുന്ന ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യണം. 9 വോൾട്ട് AC ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഔട്ട്പുട്ടിൽ. അപ്പൊ 9 വോൾട്ട് ആണ് ഇവിടെ AC പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യും. ഇതിൽ യൂസ് ചെയ്യുന്ന ഡയോഡിന്റെ സ്പെസിഫിക്കേഷൻ ആണ് 1N4001 എന്ന് പറയുന്ന സ്പെസിഫിക്കേഷൻ ആണ് ഡയോഡ്. അത് വളരെ കുറഞ്ഞ പവർ ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു ഡയോഡാണ്. വളരെ ചീപ്പായിട്ടുള്ള ഒരു ഡയോഡാണ്. അപ്പൊ ഇങ്ങനെയുള്ള 4 ഡയോഡാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. മറ്റൊന്ന് സ്മൂത്തിങ്ങിന് വേണ്ടിയിട്ട് ഫിൽറ്റർ ആണ്, കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ 470 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ആണ്. അതിനുശേഷം നമ്മൾ ഒരു റെഗുലേറ്റർ യൂസ് ചെയ്യും. റെഗുലേറ്റർ നമ്മളിപ്പോൾ പറഞ്ഞ 7805 റെഗുലേറ്റർ ആണ്. അതിന്റെ 3 ടെർമിനൽ നമ്പർ 1, 2 and 3. സോ ഇൻപുട്ട് ആണ് ടെർമിനൽ 1ലേക്ക് കൊടുക്കേണ്ടത്. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് 0.1 മൈക്രോ ഫാരഡ്. ദാറ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ terminal 1 and ground. Another capacitor 0.1 UF is also used at the output terminal. So that is between terminal 3 and ground. For ground എന്ന് പറയുമ്പോൾ എപ്പോഴും 0 voltage reference ആണ്. So output of 7805 regulator will be 5 volt DC. അപ്പോൾ ഇവിടെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് 5 വോൾട്ട് DC അവൈലബിൾ ആയിരിക്കും ഇവിടെ. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഒരു കംപ്ലീറ്റ് 5 വോൾട്ട് സപ്ലൈ എന്ന് പറയുന്നത് വിത്ത് ബ്രിഡ്ജ് റെക്ടിഫയർ ആൻഡ് 7805. ഇതിൽ ഓരോ പാർട്ട് മനസ്സിലാക്കുക. ട്രാൻസ്ഫോമർ, റെക്ടിഫയർ പോർട്ട്, അതുപോലെ തന്നെ സ്മൂത്തനിങ് ഫിൽറ്റർ, റെഗുലേറ്റർ. ഈ ഒരു 4 പാർട്ടായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും പവർ സപ്ലൈ. സോ ഈ ഒരു പോർഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. സോ ഇവിടെ പവർ സപ്ലൈയിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. സോ ഇത്രയും പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇത് ആൻസർ നിങ്ങൾ പറഞ്ഞോളൂ. റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ എന്ന് പറയുന്നത്. ഓം മീറ്റർ. So resistivity of a semiconductor lies between that of insulator and conductor. So insulator ആണ് ഏറ്റവും highest resistivity വരുന്നത്. Insulator. The insulator is having highest resistivity 10⁻⁶ ohm meter ആണ് അതിന്റെ range and above. Semiconductor is having resistivity between 10⁻⁴ to 10⁻⁻⁶ ohm meter. Next one, conductor. Conductors is having resistivity less than 10⁻⁻⁶ ohm meter. Less than 10⁻⁻�6 ohm meter. റെസിസ്റ്റൻസ് ഏറ്റവും റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറഞ്ഞത് കണ്ടക്ടറിനാണ്. സെമി കണ്ടക്ടറിന് ലൈൻ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ, ആൻഡ് ഇൻസുലേറ്റർ മെറ്റീരിയൽ ഈസ് ഹാവിംഗ് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? അതുകൊണ്ട് ഏത് ഓപ്ഷനാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി. റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ലൈസ് ബിറ്റ്വീൻ 10⁻⁻⁶ and 10⁻⁴. Next question. Which of the following material can be used to make a light emitting diode? Which of the following materials can be used? The direct question ആണ്. ലൈറ്റ് LED ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ സി കറക്റ്റ്. യെസ്, എല്ലാവരും കറക്റ്റ് ആണ്. ഗാലിയം ആർസനൈഡ് കറക്റ്റ് ആൻസർ ആണ്. അടുത്തത്, which of the following is an active device? Which of the following is an active device? Electric bulb, transformer, loudspeaker, SCR. So which one is active device? പറയൂ, ആൻസർ പറയൂ, ഏതാണ്? SCR correct. Silicon controlled rectifier.
is an active device. Other devices are passive devices. Loudspeaker is also a passive device. Next, which of the following is a passive component? Passive component edana? Which of the following is a passive component? Vacuum tube device, capacitor, semiconductor devices. Option B, BLI, capacitor ആണ്. Option B is correct. Capacitor is a passive component. Next, for a half-wave rectifier, sine wave with a ripple factor is. Ripple factor എന്ന് പറഞ്ഞാൽ AC content divided by AC content in the output by DC content. DC output. Okay, this is ripple factor, gamma. Ripple factor. Okay, ripple factor ഈ വാല്യൂ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. 1.21 ആണ് ഹാഫ് വേവ് റെക്ടിഫയറിന് വരുന്നത്. നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ചെയ്യാം. Ripple factor equal to 1.21 for half wave rectifier. Half wave rectifier 0.68 ആണ് തോന്നുന്നു. 0.68 ആണ് ഞാൻ പറയാം. ഫുൾ വേവ് റെക്ടിഫയറിന്റെ കാര്യം അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഹാഫ് വേവ് റെക്ടിഫയറിന് 1.21 ആണ് വരുന്നത്. ഓക്കെ, റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിപ്പിൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. AC കോമ്പണന്റ് എത്രത്തോളം വരുന്നുണ്ട്. അടുത്ത ക്രിസ്റ്റൽ ഡയോഡ് ഈസ് യൂസ്ഡ് ആസ്, പറയൂ, റെക്ടിഫയർ, ആംപ്ലിഫയർ, ഓസിലേറ്റർ, എനി ഓഫ് ദ എബോവ്. ക്രിസ്റ്റൽ ഡയോഡ്. ക്രിസ്റ്റൽ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പറയൂ, നമ്മളൊരു ആപ്ലിക്കേഷൻ പറഞ്ഞല്ലോ. ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് BJTയും ഓസിലേറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് BJT ആണ്. റെക്ടിഫയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ്. ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് എ റെക്ടിഫയർ, cannot be used as an amplifier. Amplifier ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. റിപ്പിൾ ഫാക്ടർ ഈസ് എ റേഷ്യോ ഓഫ്, ഇതിലൊന്നും കറക്റ്റ് അല്ല. AC വാല്യൂ ടു DC വാല്യൂ എന്നാണ്. ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് RMS ടു DC എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് കറക്റ്റ് അല്ല. സോ ദിസ് ഈസ് നോട്ട് കറക്റ്റ്. സോ AC ടു DC എന്നുള്ളതാണ് കറക്റ്റ്. AC ടു DC. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വിത്ത് ഇൻക്രീസ് ഓഫ് റിവേഴ്സ് ബയാസ്, ദ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഇൻ PN ഡയോഡ്. റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ്. ഈ റിവേഴ്സ് സാച്ചുറേഷൻ പറയുമ്പോൾ തന്നെ റിവേഴ്സ് കറന്റ് ബിക്കം എ സാച്ചുറേറ്റഡ് വാല്യൂ ഓർ എ കോൺസ്റ്റന്റ് വാല്യൂ. ദാറ്റ് ഈസ് I0. സാച്ചുറേറ്റഡ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് റിവേഴ്സ് കറന്റ് വിൽ നോട്ട് ചേഞ്ച്. സോ റിമൈൻസ് എ കോൺസ്റ്റന്റ് വാല്യൂ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. റിവേഴ്സ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. റിവേഴ്സ് കറന്റ് ഈസ് എ സാച്ചുറേറ്റഡ് കറന്റ്, ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. The maximum reverse voltage that can be applied to an ordinary semiconductor diode without irreversible damage is called. ഒരു ഡയോഡിന് നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജിന് താഴെ ആണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. So this is voltage. So this is reverse voltage. ഇങ്ങോട്ട് വരുന്നത് റിവേഴ്സ് വോൾട്ടേജ് ആണ് കറന്റ്. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് അതിന്റെ. യെസ്, സി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് is a specification of a semiconductor diode below which there is a chance of damage. അപ്പോൾ അതിന് കുറഞ്ഞ വോൾട്ടേജിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ഡൗൺ നടക്കും. അതുകൊണ്ട് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് അതിന്റെ സേഫ് ആയിട്ടുള്ള റിവേഴ്സ് വോൾട്ടേജ്. അതിന് കുറഞ്ഞ വോൾട്ടേജിലേക്ക് പോകാൻ പാടില്ല. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓർ PIV ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ജർമേനിയം PN ജംഗ്ഷൻ, the barrier potential is nearly. ജർമേനിയം
Barrier potential for germanium diode. So എത്രയാണ് വരുന്നത്? Barrier potential for germanium diode. Barrier potential for germanium diode. Yes. 0.3 volt. Yes, correct. 0.3 volt. Next വരുന്നത് silicon PN junction barrier potential is. For silicon barrier potential is option A. Yes, എല്ലാവരും correct ആണ്. Option A, 0.7 volt. Next, in order to obtain p-type germanium, the germanium should be doped with a dash impurity. P-type ആണ് ഏത് impurity വെച്ചിട്ട് ഡോപ്പ് ചെയ്യണം? P-type impurity. Yes. Trivalent, correct ആണ്. Trivalent ആണ്. Tetravalent means silicon or germanium. Silicon or germanium are tetravalent. Pentavalent phosphorus example ആണ്. അതുപോലെ strontium, indium അല്ല arsenic അതൊക്കെ example ആണ്. Phosphorus, arsenic, antimony, bismuth അതൊക്കെയാണ് pentavalent impurity. Phosphorus, arsenic, antimony, bismuth. These are pentavalent impurities. Pentavalent impurities use ചെയ്യുമ്പോൾ n-type semiconductor ആണ് വരുന്നത്. So dash are immobile. Dash are immobile. Immobile charges എന്ന് പറയുന്നത് ഏതായിരിക്കും? Ions, electrons, holes. Holes അല്ല. ഹോൾസ് മൊബിലിറ്റി ഉണ്ട്. ഹോൾസിന് മൊബിലിറ്റി ഉണ്ട്. ഹോൾസ് മൂവ് ചെയ്യുന്നതല്ല, ഹോൾസിന് മൊബിലിറ്റി ഉണ്ട്. പക്ഷെ അയോൺസ് ആണ് ഇമ്മൊബൈൽ ആയിട്ട് വരുന്നത്. അയോൺസ് ആണ്. സോ പ്രവീണ, ഹോൾസ് മൂവ് ചെയ്യുന്നതാണ്. ഹോൾസ് ക്യാൻ മൂവ്. ഹോൾസ് ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതില് വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ആണ്. അത് മറ്റ് ഇലക്ട്രോൺസ് വന്ന് ഒക്യുപ്പൈ ചെയ്യുമ്പോൾ ഹോളിന് മൂവ്മെന്റ് ഉണ്ട്. ഹോളും ഇലക്ട്രോൺ ആണ് ചാർജ് കാരിയേഴ്സ്. They can move. Ions are immobile charges. These are present in PN junction. Next, xenon diode is invariably used with the xenon diode application ഏതാണെന്നാണ്. Xenon diode is invariably used with. Okay, ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.